സിസ്റ്ററാണ് നമ്മൾക്ക്. സിസ്റ്റർക്ക് 30 വർഷത്തെ ആത്മീയ ജീവിതത്തിൽ സമ്പൂർണ്ണ സമർപ്പണമായിട്ട് 30 വർഷം കഴിഞ്ഞു. എന്നാൽ ചെറുപ്പം മുതലേ ഏതാണ്ട് ഒരു 40 വർഷം മുമ്പ് മുതലേ സിസ്റ്റർ ഈ ആധ്യാത്മിക ജ്ഞാനത്തിൽ ഉണ്ടായിരുന്നു. അപ്പം ജീവിതം ഈശ്വരന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ സിസ്റ്ററിനെ പറ്റി പറഞ്ഞാല് ബാല്യത്തിൽ മുതലേ സിസ്റ്റർ രാജയോഗയിൽ ഉണ്ടായിരുന്നു. മുതിർന്ന അധ്യാപികയായി കഴിഞ്ഞ 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നിരവധി ടെലിവിഷൻ യൂട്യൂബ് ചാനലുകളിൽ സിസ്റ്റർ ഉണ്ട്. ആ ഇതുവഴി യൂട്യൂബ് ചാനൽ വഴി കോടിക്കണക്കിന് ആളുകളെ പ്രചോദനം നൽകാൻ സിസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. വിവിധ സെമിനാറുകളും ശില്പശാലകളും നടത്തി ജീവപര്യന്തം ഉദ്ദേശ ബോധമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രചോദനാത്മക വക്താവാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി സിസ്റ്ററിനെ ശ്രവിച്ചാൽ മതി എല്ലാവരും, അപ്പൊ മനസ്സിലാവും സിസ്റ്റർ എന്താണെന്നുള്ളത്. സിസ്റ്ററിനെ പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നു. ഓം ശാന്തി. എൻ്റെ ആത്മീയ സഹോദരി സഹോദരന്മാരെ, പരംപിത പരമാത്മാവിൻ്റെ അതിപ്രിയ സന്താനങ്ങളെ, ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്ന സമയത്ത് പരംപിത പരമാത്മാവിൻ്റെ പ്രിയ സന്താനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. പ്രിയ സന്താനങ്ങളാണ് ഈ ലോകത്തെ എല്ലാ ജീവാത്മാക്കളും. പക്ഷെ ഇന്ന് ഈ സദസ്സിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർ പ്രിയരുമല്ല, അതിപ്രിയരെന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഈശ്വരനെ സ്നേഹിക്കാത്ത ഒരാൾക്കും ഇങ്ങനെ ഇടിയും മഴയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സായം സന്ധ്യയിൽ വെളിച്ചായി വരികയല്ല, ഇരുട്ടായി വരികയാണ് പ്രകൃതിയിൽ. എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സദസ്സിൽ വന്നിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുവെങ്കിൽ നിങ്ങൾ ഭഗവാൻ ഏറെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന മക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിപ്രിയരായിരിക്കുന്ന നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെയൊക്കെ കാണാനുമുള്ളതായിരിക്കുന്ന ഒരവസരം സ്വയം ഭഗവാൻ ഒരുക്കി തന്നതിൽ ഞാൻ അത്രയധികം സന്തോഷിക്കുകയാണ്. ഇവിടെ 10ാം ഉദയത്തിൻ്റെ ഉത്സവം അനുബന്ധിച്ചാണല്ലോ നമ്മുടെ ഈ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 10ാം ഉദയത്തെക്കുറിച്ച്, അതിൻ്റെ പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അറിയുന്നുള്ളവരൊക്കെ ഒന്ന് കൈ ഇങ്ങനെ വീശിയേ. ഞാൻ ഒന്ന് കാണട്ടെ, 10ാം ഉദയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നവരൊക്കെ ഒന്ന് ഇങ്ങനെ കൈ കാണിച്ച് ഉണ്ടെങ്കിൽ. 2, 3, 4, 5 ആൾക്കാരേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ പുറകിലുള്ളവർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ കൈ കാണിച്ചേ. ഓ, കേൾക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഈ 10ാം ഉദയം എന്ന് പറയുന്നത് പ്രകൃതിയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്സവമാണ്. മേടം 10 ആണ് 10ാം ഉദയം. അതായത് ഈ മേടമാസത്തിലെ സൂര്യൻ ഏറ്റവും കൂടുതൽ ചൂട് നൽകുന്നതായിരിക്കുന്ന ദിവസമാണ്. പണ്ടത്തെ കാലത്ത് ഇതിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം വിത്ത് വിതയ്ക്കാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയമാണ്. വിത്ത് നനയ്ക്കുക. തൃശ്ശൂരൊക്കെ ഉണ്ടായിരുന്നു രണ്ട് രീതിയിൽ, പുഞ്ചകൃഷിയും കടും കൃഷിയും. അപ്പം അതുകൊണ്ട് ആ പുഞ്ചകൃഷി നടത്തുന്നതായിട്ടുള്ള സമയമാണ്. അപ്പോൾ വിത്തൊക്കെ ഉണക്കി വെക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും കുറേ നല്ല വെയിലും മഞ്ഞും കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ വിത്ത് പാകമായി. എൻ്റെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു, ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നെല്ലിൻ്റെ വിത്തെടുത്തൊന്ന് കൊട്ടി നോക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് ആ വെളുത്ത നിറത്തിലെല്ലാം പാകമായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് മുളയ്ക്കുന്ന വിത്താണ് എന്ന് ബോധ്യപ്പെടും. അങ്ങനെ മുളയ്ക്കുന്ന വിത്താണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അതിനെ നനയ്ക്കാനും വിതയ്ക്കാനും കൃഷി തുടങ്ങാനുള്ളതായിട്ടുള്ള സമയം. വേറൊരു രീതിയിൽ പറഞ്ഞ എല്ലാ പുണ്യകർമ്മങ്ങളും ആരംഭിക്കാനുള്ള ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഇന്നല്ല 23-ാം തീയതി, 10ാം ഉദയത്തിൻ്റെ ദിവസം. അതായത് ഈ കാലചക്രത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുവർഷമാണ് അല്ലേ. മേടമാസം എന്ന് പറഞ്ഞാൽ വിഷുക്കണി കണ്ടില്ലേ എല്ലാവരും? വിഷുക്കണി കണ്ടില്ലേ എല്ലാവരും? കണ്ടെങ്കിൽ ഒന്ന് തലയാട്ടിയേ, ഒന്ന് തലയാട്ടിയേ. ആ, ബാക്കിലിരിക്കുന്നവർക്ക് തന്നെ കൈ കാണിച്ചേ. എല്ലാവർക്കും വിഷു കൈനീട്ടം കിട്ടിയോ? കൈനീട്ടം കിട്ടിയോ? ആ, അതുകൊണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഈ വിഷുക്കണിയും വിഷുക്കൈനീട്ടമൊക്കെ എന്തിനായിരുന്നു നമ്മൾ ചെയ്തത്? ഒരു പുതിയ തുടക്കമാണ്. പിന്നെയാണ് ചിങ്ങമാസത്തിലേക്ക് മാറ്റുന്നത്. ശരിക്കും ഈ വിഷു ദിവസം വിഷു ആരംഭിക്കാൻ തന്നെ കാരണം വിഷുവത്തിൽ നിന്നാണ് വിഷു ആരംഭിക്കുന്നത്. വിഷുവം എന്ന് വെച്ചാൽ അർത്ഥം രാവും പകലും രണ്ടും തുല്യമായ സമയം, ഒരു വർഷത്തിൻ്റെ ആരംഭം. ഇനി അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം
ഈ വേനൽക്കാലത്താണെങ്കിൽ പകൽ സമയം കൂടും, ഇരുട്ടാവാൻ വൈകും. വർഷക്കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേഗം ഇരുട്ടാവും. അതായത് സൂര്യൻ്റെ തെക്കോട്ടും വടക്കോട്ടുള്ള ഉത്തരായന ദക്ഷിണായന യാത്രയിലൂടെ രാവും പകലിൻ്റെ സമയങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് ബാക്കി എല്ലാ ദിവസവും. വർഷത്തിലൊരു ദിവസം രാവും പകലും തുല്യമായി വരും. ആ തുല്യമായിരുന്ന ദിവസത്തിൻ്റെ പേരാണ് വിഷുവം. ആ ദിവസത്തിനെയാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്ന 10ാമത്തെ ദിവസമാവുമ്പോൾ സൂര്യൻ അതിൻ്റെ അത്യുച്ച അവസ്ഥയിൽ നിൽക്കുന്നതായിരിക്കുന്ന ചൂട് തരുന്ന സമയമാണ്. താഴെ വെള്ളവും മേലെന്ന് സൂര്യൻ്റെ വെളിച്ചവും കൂടി കിട്ടുകയാണെങ്കിൽ എല്ലാ കൃഷിയും വിത്തുകൾക്ക് മുളച്ചു വരാനും അതിന് ശക്തി ആവാഹിക്കാനും വളരാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന സമയം. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹം നിറഞ്ഞതായിരിക്കുന്ന ഒരു സമയമാണ് ഈ 10ാം ഉദയം. ആ 10ാം ഉദയത്തിൻ്റെ ഉത്സവത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് പങ്കെടുക്കാൻ നിങ്ങൾ എത്തിയെന്നുള്ളത് എനിക്കും ഏറെ സന്തോഷമാണ്. കാരണം ജ്ഞാന സൂര്യൻ ഈ സൃഷ്ടിയിലെ എല്ലാവിധ രീതിയിലുള്ള പ്രകാശവും നമുക്ക് തരുന്ന ഈശ്വരൻ്റെ ജ്ഞാനം കൂടി നിങ്ങൾക്ക് തരണം ഞാൻ ആഗ്രഹിച്ചു. ഈ സൂര്യൻ്റെ ഉദയത്തിൽ ഞാൻ 10ാം ഉദയത്തെക്കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഈ 10ാം ഉദയത്തിൻ്റെ ഈ സമയത്ത് ആദിത്യ ഹൃദയ മന്ത്രം ദിവസവും ഉരുക്കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. രോഗശാന്തി ഉണ്ടാകും. നമ്മുടെ കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ ദശകൾ മാറുമല്ലോ. ഈ 2025 എന്നതായിരിക്കുന്ന വർഷം തന്നെ ഇത് ഒന്ന് സൂര്യനും മറ്റൊന്ന് ചൊവ്വയും 2 ഗ്രഹങ്ങളും അതിൻ്റെ മാക്സിമം പ്രഭാവം തരുന്നതായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ തോന്നുകയില്ല. ഒന്ന് പ്രകൃതിയുടെ ചൂട്, മറ്റൊന്ന് കർമ്മത്തിൻ്റെ ചൂട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ചൊവ്വാദോഷം എന്നൊക്കെ. കേട്ടിട്ടുണ്ടോ ചൊവ്വാദോഷം എന്നൊക്കെ? ഈ ചൊവ്വാദോഷം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചൊവ്വാദോഷമുള്ള ഞാനിങ്ങനെ കുറച്ചൊക്കെ ആസ്ട്രോളജിയെ കുറിച്ചൊക്കെ പഠിച്ചപ്പോഴേ, ചൊവ്വാദോഷമുള്ള കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതേപോലെ ഒരാളെ കിട്ടണം, ഇല്ലെങ്കിൽ രണ്ടുപേരും ഡൈവോഴ്സ് ആവും. ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? എന്താ ഈ സംഗതി എന്നൊക്കെ അറിയോ? അതിൻ്റെ പിന്നിലെ ശാസ്ത്രം. ചൊവ്വാദോഷം എന്ന് വെച്ചാൽ അർത്ഥം ഓൾറെഡി നമുക്ക് എല്ലാവർക്കും തന്നെ ഉന്മേഷവും ഉത്സാഹവും തരുന്ന ഗ്രഹമാണ് ചൊവ്വ. അതായത് ചൂടാണ്, അഗ്നിയാണ്. ആ ചൊവ്വ കുറച്ച് കൂടുതലുള്ള ആളും ചിലർത്ഥം എന്തൊരു കാര്യത്തിനും ചൊടി കുറച്ച് കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ എന്താ പറയുക, മൂക്കത്തരിശെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ സ്വഭാവക്കാരായിരിക്കും. എന്തിനും അവരുടെ പ്രതികരണം ഡബിൾ ത്രിബിൾ ആയിരിക്കും. ഒരാൾ ശാന്തവും മറ്റൊരാൾ കത്തലുമാണെങ്കിൽ അധികകാലം വൈകാതെ അതങ്ങ് തീർന്നു കിട്ടുമല്ലോ. രണ്ടുപേരും ഒരുപോലെ സ്ട്രോങ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. ഇതൊക്കെയാണ് ഗ്രഹദോഷത്തെ സംബന്ധിച്ച ആൾക്കാർ പറയുന്നത്. അപ്പൊ ഈ സമയം 2025 വർഷം എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തിന് പ്രാധാന്യമുള്ളത്. ന്യൂമറോളജി അനുസരിച്ച്, ആസ്ട്രോളജി അനുസരിച്ച് ചൊവ്വാഗ്രഹത്തിനും സൂര്യനും പ്രാധാന്യമുള്ള സമയമാണ്. അതായത് നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ, നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കാനും പരിശ്രമിക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ചെയ്യാനുള്ള കഴിവ് കൂടിക്കൊണ്ടേയിരിക്കും. ചെയ്താലും മതി വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ഊർജം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ജീവിതത്തിലെല്ലാം നേടിയെടുക്കാൻ സൂര്യൻ നിങ്ങളെ സഹായിക്കും. അഥവാ മടി പിടിച്ചുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചൂടുകാലം വരുമ്പോൾ പൊതുവെ മടിയന്മാരെന്താ പറയുക, എന്താ ചൂട്, പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലേ? പല ഓട്ടോ ഓടിക്കുന്ന ചില ഭായിമാർ ഞാൻ കണക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ മടിയന്മാരായിട്ടുള്ള ആളുകൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ, ചൂട് കാരണം പുറത്തിറങ്ങിയാൽ വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഡോക്ടർക്ക് കാശ് കൊടുക്കാനേ സമയം ഉണ്ടാവുള്ളൂ, അത് കാരണം ഞാൻ ഓട്ടോ ഓടിക്കാൻ പോകാറില്ല. നല്ല മിടുക്കന്മാരായ ഓട്ടോ ഡ്രൈവർമാരുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ, ഇതാണ് നമ്മുടെ സീസൺ സിസ്റ്റർ. വെയിൽ കാരണം ഒരു ചെറിയ ദൂരത്തേക്കാണെങ്കിൽ ആൾക്കാർ വണ്ടി വിളിച്ചോളും, അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് നല്ല സുഖമാണ് എന്ന് മിടുക്കന്മാരായിട്ടുള്ള. ആലോചിച്ച് നോക്കി, രണ്ടും ഒരേ ജോലിക്കാരാ, ഓട്ടോ ഡ്രൈവർമാരാ. ഒരാൾക്ക് അത് പണിയാൻ പറ്റാത്ത സമയം, വേറൊരാൾക്ക് കൂടുതൽ സമ്പാദിക്കാനുള്ള സമയം.
അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് നേടണം എന്നത് പ്രകൃതിയുടെ ആധാരത്തിലല്ല സംഭവിക്കുന്നത്, മറ്റുള്ളവരുടെ ആധാരത്തിലല്ല സംഭവിക്കുന്നത്. നമ്മുടെ മനോദശയും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഇഷ്ടവും നമ്മുടെ പരിശ്രമവും അത് എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലുണ്ടോ, മനോഭാവത്തെ എത്ര ശക്തമാക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് ലോകത്തിലെല്ലാം നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് കത്തി എരിഞ്ഞു നിൽക്കുന്ന സൂര്യന്റെ ചൂടില് കൃഷി ആരംഭിക്കുന്നു. ആദിത്യ ഹൃദയ മന്ത്രം ദിവസവും ഉരുവിട്ടാൽ കഷ്ടപ്പാട് തീരും. നിങ്ങൾ ആരെങ്കിലും ആദിത്യ ഹൃദയ മന്ത്രം വായിച്ചിട്ടുണ്ടോ? ഉള്ളവരൊന്നും ഇങ്ങനെ കൈ കാണിച്ചേ. ഇത്ര പേര് വായിച്ചിട്ടുണ്ട്, സന്തോഷം. ഈ രാമായണത്തില് രാമന് രാവണനെ കൊല്ലാൻ വേണ്ടിക്കൊണ്ട്, രാമായണം വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും? ഒന്ന് കൈ കണ്ട, രാമായണം വായിച്ചവരൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ. നന്നായിട്ട് കാണട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇവിടെ വന്നിട്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. രാമായണം വായിച്ചത് ഒരു 250 പേര് അന്ന് അമ്പലത്തിൽ പ്രഭാഷണം കേൾക്കാൻ ഇരിക്കുന്നുണ്ട്. രാമായണം വായിച്ചത് ഒരു 10 ആള് പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ നാട് നല്ല നാടാണ്. അല്ല, ഞാൻ പറയേണ്ടതില്ല, ഇതിവിടെ തെളിവാണ്. ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ഇടിവെട്ടൊക്കെ ഉണ്ടാവും. ഞാൻ വിചാരിച്ചു, ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വരികയായിരുന്നു, ഈ കോഴിക്കോട് നിന്ന് ഇന്ന് പുലർച്ചെ പുറപ്പെട്ട് രാവിലെ ഇങ്ങോട്ട് എത്തിയതിൻ്റെ ഒരു പരമമായ ഉദ്ദേശം സിസ്റ്റർ വിളിച്ചത് ഇന്നിവിടെ എല്ലാവരോടും സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ മഴ പെയ്തിട്ട് ഞാൻ സംസാരിക്കാണ്ട് പോണ്ടി വരുത്തരുതേ ഭഗവാനെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ജനം ഇരിക്കണ കാണുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. നിങ്ങൾ നല്ല നാട്ടുകാരാണ് കേട്ടോ. ആദ്യം അവനവന് വേണ്ടി നന്നായിട്ടൊന്ന് കൈയടിച്ചേ. പോരാ, ശക്തി പോരാ, ഒന്നും കൂടെ. ഇത് നിങ്ങൾക്ക് സ്വയം സഭാഷാണ്. അപ്പൊ അതുകൊണ്ട് ഇത്ര നല്ല നാട്ടിലൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ രാമായണത്തില് രാവണനെ കൊല്ലാൻ വേണ്ടിക്കൊണ്ട് അഗ്നി നൽകിയ തേരില്, മാതലി നയിക്കുന്ന തേരില് ആദിത്യ ഹൃദയ മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ടായിരുന്നു രാമൻ അസ്ത്രമയച്ചത്. ഇനി വായിക്കാത്തവർ നോക്കുക, രാമായണത്തിൽ ആ ഭാഗത്തില് ആദിത്യ ഹൃദയ മന്ത്രം എഴുതി വെച്ചിട്ടുണ്ട്. പഠിച്ചോളൂ. ദിവസവും രാവിലെ നിങ്ങൾക്ക് ആദിത്യ ഹൃദയ മന്ത്രം ഉച്ചരിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് ചുരുങ്ങിയത് 9 പ്രാവശ്യം അല്ലെങ്കിൽ 21 പ്രാവശ്യമെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചൊല്ലാൻ പറ്റിയാൽ. ഏത് സമയത്ത്? ബ്രഹ്മമുഹൂർത്തം. അതേതാ സമയം അറിയോ? 5:30ക്കോ? 4 മണിക്ക്? അക്യുറേറ്റ് ആയിട്ടുള്ള സമയം ആരംഭിക്കുന്നത് 3:30ക്കാണ്. 3:30 മുതൽ 4:45 വരെയുള്ള സമയമാണ് യഥാർത്ഥ ബ്രഹ്മമുഹൂർത്ത സമയം. അപ്പൊ 3:30ക്ക് നിങ്ങൾക്ക് എണീക്കാൻ പറ്റിയില്ലേ, പോട്ടെ, 4:30ക്കെങ്കിലും ഉണർന്നിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഈ ആദിത്യ ഹൃദയ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട്, അത് ഉച്ചരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് കട്ടിലും അങ്ങനെ ഇരിക്കരുതേ. ഒന്ന് ഫ്രഷായിട്ട് കുളിക്കാൻ പറ്റിയില്ലേ, പോട്ടെ, ബ്രഷ് ചെയ്ത് കൈകാൽ മുഖമൊക്കെ ഒന്ന് കഴുകി ആ ബെഡിലിരിക്കാതെ മാറി ഏതെങ്കിലും സ്ഥലത്ത് ഒന്ന് ശുദ്ധമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റിയ, കുളിച്ച് ചെയ്യാൻ പറ്റിയ നമ്പർ 1. കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയ്ക്കെങ്കിലും ശുദ്ധിയാക്കാൻ പറ്റിയ നമ്പർ 2. ബെഡിലിരുന്ന് ചെയ്തിട്ട് ഒരു ഫലം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന് വരുന്നില്ലല്ലോ. ഏത് മന്ത്രവും ഹൃദയത്തിൽ നിന്ന് വരാത്തിടത്തോളം കാലം അതിന് വിലയുണ്ടാവില്ല. ഈ ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറയുമ്പോൾ ആ ആദിത്യൻ ആരാണ് എന്നുകൂടി നിങ്ങളെ ഞാൻ പറഞ്ഞു തരാൻ മനസ്സിലാക്കിയൊക്കെയാണ്. സൂര്യദേവന്റെ തേരാണ്. ആ തേരിലിരുന്നു കൊണ്ടാണ് അഗ്നി എന്ന് വെച്ചർത്ഥം സൂര്യൻ. അഗ്നിദേവൻ വേറെ നമുക്കറിയാം, സൂര്യദേവൻ അറിയാം. പക്ഷെ സൂര്യന്റെ തേരാളി മാതലി കൊടുത്തതായിരിക്കുന്ന തേര് നിങ്ങൾക്കറിയോ? അഗ്നിക്ക് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം? ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഈ നാട്ടിലുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് കാലം അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. തലമുറകളിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗത്ത് പുതിയ തലമുറ അമ്പലത്തിൽ പോകണം, ഈശ്വരനെ ധ്യാനിക്കണം. ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവരുടേതായിട്ടുള്ള രീതികളിൽ ഈശ്വരനെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കുക, ആരാധിക്കുക, അവരുടെ വിധികളിൽ ഈശ്വരനെ സ്വന്താക്കണം എന്നാഗ്രഹിക്കുന്ന ചെറിയൊരു വിഭാഗവും വലിയൊരു വിഭാഗം ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അങ്ങനെയല്ലേ വളർന്നു വരുന്നത്? ആണോ? അല്ലേ? പ്രത്യേകിച്ച് സനാതന ധർമ്മത്തിന്റെ ആളുകളുടെ ഞാൻ കാണാറുണ്ട്, നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ആധ്യാത്മികമായിരിക്കുന്ന ഉണർവ് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നത് വളരെ ചെറിയ വിഭാഗമേ ഉള്ളൂ. എൻ്റെ സ്വന്തം അനുഭവം പറയാം.
നമ്മൾ സെന്ററിൽ ഒരു രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് സത്സംഗം കേട്ടിട്ട് മക്കള് സ്കൂളിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ അച്ഛനമ്മമാർ എന്താ പറയാന്നറിയോ? നിങ്ങൾ എന്തായിരിക്കും പറയാ? മനസ്സിൽ ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. എന്താ പറയാ അറിയോ? പാവം കുട്ടി 7 മണിക്ക് ക്ലാസ്സിന് വരണമെങ്കിൽ 6 മണിക്ക് എണീക്കണ്ടേ? 6 മണിക്ക് എന്നിട്ട് റെഡി ആയിട്ട് വേണ്ടേ വരണമെങ്കിൽ? ഈ കുഞ്ഞു മക്കളിൽ അവർ ഉറക്കം കളഞ്ഞിട്ട് വന്നാൽ ശരിയാവോ? ശരിയാവോ? നിങ്ങളൊന്ന് പറ, ശരിയാവോ? ശരിയാവുന്നോ ഇല്ലാന്നോ? ആവും. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാണോ? അല്ല അല്ലേ? ഓക്കെ, ആവും. ആവും എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ കാണാറ് എന്താന്ന് വെച്ചാല് രാത്രി വൈകിട്ടാ മോൻ പഠിച്ചു കിടക്കണതേ. രാത്രി കുട്ടി 12 മണിക്കേ ഉറങ്ങുള്ളൂ. അത് കാരണം കൊണ്ട് 6 മണിക്ക് എണീക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരം നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് പഠിക്കണമെങ്കിലും അറിയണമെങ്കിലും അതിനു വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാനും പറഞ്ഞാല് 99% ചെയ്യാത്തവരും 1% ചെയ്യുന്നവരുമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയാണെങ്കിൽ ഒന്നിങ്ങനെ കൈവീശിയേ. മാറിയേ പറ്റൂ. മാറിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാല്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അയാൾ നമ്മുടെ കേരളത്തിലെ യുവതലമുറയോട് പറയുകയാണ്, യുവതലമുറയിൽ ഒരു 60-70% എന്തെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവര്. ഇതിലൊന്നും പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കേരളം വിദ്യാഭ്യാസതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അല്ലേ? അല്ലേ? അഭിമാനത്തോടെ പറയാം. ഞാൻ ഈ കേരളം വിട്ടൊക്കെ യാത്ര ചെയ്യാറുണ്ടേ. കർണാടകത്തിലും അല്ലെങ്കിൽ ഗുജറാത്തില്, രാജസ്ഥാനില് എവിടെ പോകുമ്പോഴും കേരളക്കാരെന്ന് കേൾക്കുമ്പോൾ എന്തൊരു അഭിമാനാന്നറിയോ എല്ലാവർക്കും. എല്ലാവരും എന്താ പറയാന്നറിയോ? എല്ലാവരും പഠിച്ചവരാ. കേരളത്തില് മുത്തശ്ശിമാർക്ക് പോലും ഇംഗ്ലീഷ് അറിയാമെന്ന്. ശരിയല്ലേ? സീനിയർ സിറ്റിസൺസ് എൻ്റെ മുന്നിലില്ലേ? ഇംഗ്ലീഷ് പേര് എഴുതാൻ അറിയാലോ നിങ്ങൾക്കൊക്കെ. എല്ലാവർക്കും അറിയാം. എല്ലാവരും എഴുത്തും വായന അറിയുന്ന കേരളമാണ് ഇത്. നമ്മുടെ കോളർ കൊച്ചൊക്കെ ഒന്ന് ഉയർത്തി വെക്കേണ്ട സാധനമാണ്. പക്ഷേ അടുത്തത് വരുന്നേ ഉള്ളൂ. മറ്റു നാടുകളിൽ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ 3 മടങ്ങ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിന്റെ യുവ തലമുറ. അത് പറയുമ്പോൾ നമ്മൾ തല ഉയർത്തണോ തല താഴ്ത്തണോ? തല താഴ്ത്തേണ്ടി വരും. അതിൻ്റെ പരിണത ഫലമാണ് നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു സ്ഥലത്ത് നിർദ്ദയമായിട്ട്, ഞാൻ അധികം പറയണ്ടല്ലോ, സ്വന്തം കുടുംബത്തെ മുഴുവൻ ചുറ്റിയോ കൊണ്ട് എറ്റ്സെട്ര. വേറൊരു ഭാഗത്ത് നമ്മുടെ നാട്ടിൽ അവിടെ അങ്ങൊരു ഭാഗത്ത് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് 10 വർഷം മുന്നേ ഇളയ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. 2 മക്കള്, ഒരാൾ അച്ഛനെ കൊന്നു, ഒരാൾ അമ്മയെ കൊന്നു. ഇത്രയും ദാരുണമായിരിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഈ പഠിച്ച കേരളത്തിന് സംഭവിക്കുന്നത്? ശരിക്കും രാമായണം തന്നെ നമുക്കിതിൻ്റെ ഉത്തരം തരുന്നുണ്ട്. രാമായണം വായിച്ചവർക്ക് ഞാൻ ഈ പറയുമ്പോൾ വരികൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും പറഞ്ഞിട്ടില്ലേ? അല്ലേ? എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഈ ലോകത്തിൽ നിങ്ങളെ ബന്ധിപ്പിക്കാനുള്ള കാരണം എന്താണോ അതിൻ്റെ പേര് അവിദ്യ. ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത് എന്താണോ അതിൻ്റെ പേര് വിദ്യ. രാമായണം നമ്മൾ എത്ര വർഷമായി വായിക്കുന്നത് അല്ലേ? നമ്മൾ ചിന്തിച്ചോ ഇങ്ങനെ? അതുകൊണ്ടാണ് ഈ രാമായണം എന്ന ഒരൊറ്റ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിൽ എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നതെന്നറിയോ? 1ാമത്തെ ഭാഗത്ത് തൻ്റെ ജ്യേഷ്ഠന് സാമ്രാജ്യം നഷ്ടമാകുന്നു എന്ന് കണ്ടപ്പോൾ അനീതിക്കെതിരായി പോരാടാൻ തയ്യാറായ ലക്ഷ്മണൻ അച്ഛനെ, വാക്കുകൾ ഞാൻ കോട്ട് ചെയ്യാണ് രാമായണത്തിൽ നിന്ന്, സ്ത്രീജിതനായ അച്ഛനെ ഞാൻ ബന്ധിപ്പിച്ച് ജയിലിലിട്ടിട്ടാണെങ്കിലും ജ്യേഷ്ഠനെ ഞാൻ ചക്രവർത്തിയാക്കാം. ക്രോധം കൊണ്ട് സ്വയം മറന്നു നിൽക്കുന്ന ലക്ഷ്മണൻ. രാമൻ ചോദിച്ച ഉത്തരം നിങ്ങൾ വായിക്കണം രാമായണം കേട്ടോ. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ ബന്ധങ്ങളെയും വർണ്ണിച്ചിട്ടുള്ള ഒന്നാണ്. സാരസഹിതം പറയുകയാണ്, ഇതെല്ലാം നീ എനിക്ക് വാങ്ങി തന്നിട്ട്. നല്ല മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണൊക്കെ പറയാൻ നമുക്ക് സമയമില്ല. കുറേ കാര്യം നിങ്ങൾക്ക് ഇനിയും പറഞ്ഞു തരണ്ട. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല, വായിക്കണം എടുത്തിട്ട്. ലക്ഷ്മണോപദേശം 1ാം ഭാഗം. നിങ്ങൾ ഇത്രയധികം സാധനങ്ങളെല്ലാം നീ നേടിത്തന്നിട്ട് ഇതെല്ലാം സ്ഥിരമായി എൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ നീ ചെയ്തോ. അഥവാ ഇത് സ്ഥിരമായിട്ട് നിൽക്കില്ല എങ്കിൽ നീ ഇതൊന്നും ചെയ്യാൻ പോണ്ട.
ക്രോധിയായി നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിക്കൊണ്ട് ലക്ഷ്മണോപദേശം 1-ാം ഭാഗം വായിച്ചു നോക്കൂ. പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഈ നശിച്ചു പോകുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ അഗ്നി, വായു, ഭൂതം, പിന്നെ മസ്തി, മജ്ജ, മാംസം, ഈ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ നശിക്കുന്ന ശരീരമല്ല നീയെ. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമായ ഒന്നാണ്. നീ സ്വയത്തെ അറിയൂ എന്ന് പറയുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്തും ചോദിക്കുകയാണ്, നമുക്കും മനസ്സിലാക്കേണ്ട സത്യം, ഈ കൂട്ടത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു മൊട്ടുസൂചി ഞാൻ തന്നിട്ട് അതിനി അടുത്ത ജന്മത്തിൽ കാണുമ്പോൾ ഞാൻ സൃഷ്ടിക തിരിച്ചു തരാം എന്ന് പറയാൻ പറ്റുന്ന, അഥവാ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയേ കാണട്ടെ. കണ്ടോ, എല്ലാം വാരിക്കൂട്ടാം നമുക്ക്. ഒരു മൊട്ടുസൂചി പോലും ഇനി ഒരു ജന്മത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമല്ല. ഇതൊക്കെ ഇട്ടിട്ട് പോകേണ്ടതാണ്. എങ്കിൽ പിന്നെ ഇട്ടിട്ട് പോകണ്ടാത്ത എന്തുണ്ട്? നമ്മുടെ ഗ്രന്ഥങ്ങൾ ഇതിലേക്കുള്ളൊരു വെളിച്ചമാണ് കേട്ടോ. ഇതിൽ നന്നായിട്ടൊരു ചെറിയ എക്സസൈസ് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചാലോ എന്ന് വിചാരിക്കുക. ചെയ്യിപ്പിച്ചോട്ടെ സമ്മതാണോ? എന്നാ ഒന്നിങ്ങനെ കൈ വീശിയേ. എന്നാ എല്ലാവരും വലത്തെ കൈ ഒന്ന് നീട്ടി പിടിച്ചേ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഉത്തരം പറഞ്ഞു തരണേ. ഇതെന്താ സാധനം? ഉറക്കെ പറയണം. ആരുടെ കൈ? ഞാൻ കേട്ടില്ല. എൻ്റെ കൈ. നിങ്ങൾ ഈ കൈയാണോ? അല്ല, ഉറപ്പല്ലേ? ഈ കൈ ഒന്നും തല തൊട്ടേ. ഇതെന്താ സാധനം? ആരുടെ തല? കേൾക്കണില്ലല്ലോ. ഇത്രയും കേട്ടില്ലല്ലോ. ഇപ്പൊ കേട്ടു. ഓക്കെ, നിങ്ങൾ ഈ തലയാണോ? അല്ല. എന്നാ ഈ കൈ കൊണ്ട് ഈ സാധനം കാണിച്ചു. ഇതെന്താ സാധനം? എന്താ സാധനം? ശരീരം. ആരുടെ ശരീരം? എന്താ ഉത്തരം പറഞ്ഞേ? ഇച്ചിരിയുടെ ഉറക്കെ പറഞ്ഞേ. നിങ്ങൾ ഈ ശരീരാണോ? അല്ലേ? അല്ല എന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് കൈയർത്ത് കാണട്ടെ. അല്ല എന്ന് പറഞ്ഞവർ ഉറച്ചവര്. ഓക്കെ, താഴ്ത്തിക്കോളും. ഞാൻ ഈ ശരീരമാണെന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണട്ടെ. രണ്ടിലും പെടാത്തവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണട്ടെ. അങ്ങനെയും കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. അറിയാഞ്ഞിട്ടായിരിക്കും അല്ലേ? നമ്മൾ ക്ലിയറായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാളത്തില് ഞാനും എന്റെയും രണ്ടർത്ഥമുള്ള പദല്ലേ. ഞാൻ പറയുകയാണ് എൻ്റെ കർച്ചീഫ്, ഞാൻ വേറെ, കർച്ചീഫ് വേറെ. ഞാൻ പറയുന്നത് എൻ്റെ സാരി, ഞാൻ വേറെ. ഞാൻ ഈ സാരി അല്ലല്ലോ, അല്ല, ഞാൻ വേറെ, സാരി വേറെ. ഒന്ന് ചിന്തിച്ചു നോക്കി. കൈയിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ കൈ. ഞാൻ വേറെ, എൻ്റെ കൈ വേറെ. ഞാൻ വേറെ, എൻ്റെ തല വേറെ. ഞാൻ വേറെ, എൻ്റെ ദേഹം വേറെ. ഞാൻ വേറെയാണ്, ഇത് വേറെയാണ്. ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ഉടമസ്ഥൻ. ഉടമസ്ഥതയിലുള്ള വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ആ ഉടമസ്ഥനാണ് യഥാർത്ഥമായിരിക്കുന്ന ഞാൻ. ഗീതയിലും ഇത്രയും മനോഹരമായ രീതിയിൽ വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. ഗീത വായിച്ചു നോക്കിയാൽ എത്ര പേര് ഗീത വായിച്ചിട്ടുണ്ട്? ഭഗവത്ഗീത, ശ്രീമദ് ഭഗവത്ഗീത വായിച്ചിരുന്ന് കൈയുയർത്ത് കാണട്ടെ. ഇത്ര ആൾക്കാരുണ്ട്. വെരി ഗുഡ്. ഈ ഭഗവത്ഗീതയില് 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിന്റെ പേര് തന്നെ വിഷാദയോഗം എന്നാണ്. എന്നുവെച്ചാൽ അർത്ഥം എന്താ? സങ്കടം പറച്ചിലാണ്. മുഴുവൻ സങ്കടമാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് കുലത്തെ മുഴുവൻ മുടിച്ചവൻ എന്ന് എന്നെ കുറിച്ച് പറയില്ലേ? എന്താ കാര്യം ഞാൻ യുദ്ധം ചെയ്ത് രാജ്യം നേടിയിട്ട്? അഥവാ ഈ യുദ്ധം തുടരുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ ക്ഷത്രിയന്മാരും വധിക്കപ്പെടും. അങ്ങനെയെങ്കിൽ വർണ്ണസങ്കരം നടക്കേണ്ടി വരും. അതിൻ്റെ ഫലം നല്ലതോ ചീത്തയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതില് ഉദാഹരണം പറഞ്ഞത് ബെർണാഡ് ഷോ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ബെർണാഡ് ഷോ? ബെർണാഡ് ഷോ കാണാൻ ഒട്ടും സുന്ദരനല്ലാത്ത ആളായിരുന്നു. ഒരു സുന്ദരിയായ സ്ത്രീ പോയിട്ട് ബെർണാഡ് ഷോട് പറഞ്ഞു പോലും, അങ്ങ് എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ സൗന്ദര്യവും അങ്ങയുടെ ബുദ്ധിയും ചേർന്ന് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന് എന്ത് വലിയ നേട്ടാവും. ഇപ്പൊ ബെർണാഡ് ഷോ തിരിച്ചു പറഞ്ഞു പോലും, നിന്റെ ബുദ്ധിയും എൻ്റെ രൂപവും കൊണ്ടൊരു കുഞ്ഞാ ജനിക്കുന്നെങ്കിലോ അപ്പൊ ലോകത്തിന് അനുഗ്രഹം ആവില്ല, അതുകൊണ്ട് വേണ്ട എന്ന്. ഇതാണ് വർണ്ണസങ്കരം എന്ന് പറയുന്നത്. അതിൽ നല്ലതും ആവാം, ചീത്തയാവാം. മോശം സംഭവിച്ച അതിനും ഉത്തരവാദി ഞാൻ. ഇങ്ങനെ നിങ്ങൾ ആ 1-ാം അധ്യായമെങ്കിലും ഒന്ന് വായിക്കണം. സങ്കടം മാത്രം. ഇനി നിങ്ങൾ ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചില്ലേ?
അതിനുള്ളിൽ എത്ര കാര്യം താങ്ക് യു പറഞ്ഞു, എത്ര കാര്യം സങ്കടം പറഞ്ഞു. ദേവി അത് ചെയ്തരണേ, ദേവി ഇത് ചെയ്തരണേ, ദേവി എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടണം, ദേവി എൻ്റെ ഭർത്താവിന് നല്ല വരുമാനം ഉണ്ടാവണം, ദേവി എനിക്ക് ആരോഗ്യം ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥിച്ചത്? ആണോ? അല്ലേ? വിഷാദയോഗം 1-ാം ഭാഗം. 2-ാം അധ്യായത്തിൽ 1-ാം ഭാഗത്തിന്റെ അവസാനത്തില് ഇതിന്റെ ഉത്തരം ശ്രീകൃഷ്ണൻ പറയുന്നത് ഭയങ്കര രസകരമായിട്ട രീതിയിലാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പറയുകയാണ്, അർജുന, നീ ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നുവെങ്കിലും മന്ദബുദ്ധിയെ പോലെയാണ് നീ പെരുമാറുന്നത് എന്ന്. പറയുമ്പോൾ വലിയ വലിയ വർത്താന പറയുന്നത്, പ്രാക്ടിക്കൽ ഇല്ല നിന്റെ കയ്യിൽ. അതുകൊണ്ട് നീ നിന്റെ അഹങ്കാരത്തിന്റെ കൈമുഷ്ടി ചുരുട്ടി പിടിക്കാനാണോ അതോ സമർപ്പണത്തിന്റെ കൈ നീട്ടാനാണോ ഉദ്ദേശമെന്ന്. അർജുനൻ പറയാണ്, ഭഗവാനെ, സമർപ്പണത്തിന്റെ കൈ നീട്ടാം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നീ എൻ്റെ ഗുരുവായിക്കൊണ്ട് എനിക്ക് ഗൈഡ് ചെയ്യൂ, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേതയന്ത്യാവോ ന ശോഷയതി മാരുത. ആത്മാവിനെ വാളുകൊണ്ട് വെട്ടാനാവില്ല, തീയിന് കത്തിക്കാനാവില്ല, കാറ്റിന് പൊടിക്കാനാവില്ല, വെള്ളത്തിന് നനയ്ക്കാനാവില്ല. അമരനും അവിനാശിയുമായ ആത്മാവാണ് നീ എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് നമ്മൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഈ ദേഹമല്ല നമ്മൾ, പിന്നെന്താണ്? ആത്മാവാണ്. ഇതിപ്പോ വലിയ പുതിയ കാര്യമാണോ? ഇത്രയ്ക്ക് സിസ്റ്റർ പറയാന് കാലം കുറെ ആയിട്ട് നമ്മളൊക്കെ മാനിച്ച കാര്യല്ലേ, നമ്മൾ ഈ ദേഹമല്ല ആത്മാവാണെന്ന്. ആണോ? അല്ലേ? മാനിച്ചില്ലേ? പോട്ടെ, മാനിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ആരെങ്കിലും മരിച്ചാൽ ആത്മശാന്തിക്ക് വേണ്ടി ക്രിയാകർമ്മം ചെയ്യാറുണ്ടല്ലോ, ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ ആത്മാന്ന് മാനിക്കുന്നുണ്ടല്ലേ ആത്മശാന്തിക്ക് വേണ്ടി ക്രിയാകർമ്മം ചെയ്യുന്നേ. ഇത്ര വരെ ജ്ഞാനേ നമുക്കുള്ളൂ. പിന്നെ പറയുന്നുണ്ട്, ശരീരം എങ്ങനെയാണോ വസ്ത്രം ജീർണിക്കുമ്പോൾ അത് മാറ്റി മറ്റൊരു വസ്ത്രം അണിയുന്നത്, അതുപോലെ ശരീരം എന്ന വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രം എടുക്കുന്നു എന്ന് പറയുന്നു. അതും നമുക്കറിയാം. പക്ഷെ ഈ ആത്മാന്ന് വെച്ചാൽ കാണാൻ എങ്ങനെയുണ്ടാവും? ഈ ശരീരത്തിൽ എവിടെയാ ആത്മാവിരിക്കുന്നത്? എന്താണ് ആത്മാവ് ഈ ശരീരത്തിലൂടെ ചെയ്യുന്നത്? ഈ ആത്മാവിനും നമ്മുടെ ജീവിതത്തിനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇതൊന്നും നമ്മളോട് ചോദിച്ചാ നമുക്ക് പറയാൻ അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ന്യൂ ജെൻ മക്കള് ഒന്നും അറിയാത്തൊരു കാര്യം നിങ്ങൾ പറയും, രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കുന്നത് നല്ലതാണ് കുട്ടി, വിളക്ക് വെക്കണം. അപ്പൊ കുഞ്ഞു ചോദിക്കുന്നത്, എന്തിനാ വിളക്ക് വെക്കുന്നത്? നല്ലതാണ്, അതുകൊണ്ട് വെക്കണം. അല്ലാതെ എന്തിനാണെന്ന് ചോദിച്ചാ എത്ര പേർക്കറിയും? എന്തിനാ വിളക്ക് വെക്കുന്നേ? ഒരാൾക്കറിയാം. വിളക്ക് വെക്കുന്നത് ഞാൻ ഒരു കാലഘട്ടത്തിൽ, ഇവിടെയൊന്നും അത്ര പ്രഭാവം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങ് വടക്കൻ കേരളത്തില് വിളക്ക് വെക്കുന്നത് അഗ്നി ആരാധനയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ കുറെ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്, അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം പറയാൻ അറിയാത്തത് കൊണ്ടായിരിക്കണം. എനിക്ക് കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്കറിയോ, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ തലയ്ക്കൊരു വിളക്ക് വെക്കാറില്ലേ? എന്തിന്? ഒരു കുട്ടി സാധാരണഗതിയിൽ തലയ്ക്കൊരു വിളക്കും വെച്ച് പഠിച്ച് ക്ഷീണിച്ചപ്പോൾ അങ്ങനെ കിടന്നുറങ്ങി. വീട്ടുകാരത് കണ്ട സമ്മതിക്കുമോ? എന്താ ഈ ചെയ്യണ കുട്ടി, വിളക്ക് മാറ്റി വെക്കുമെന്ന് പറയും. മരിച്ച വീട്ടിൽ പോകുമ്പോൾ തലയ്ക്കൊരു വിളക്ക് കൊളുത്തി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെന്താ ഒരു വിളക്ക് പോലും വെക്കുക, അവിടെ ആരുമില്ലേ ചോദിക്കും. ശരിയല്ലേ? എന്തിനു വിളക്ക് വെക്കണം? എന്താണ് വിളക്കിന്റെ പ്രാധാന്യം? രണ്ട് തലത്തിലാണ്. ഒന്നാമത്തെ വിളക്ക്, മരിക്കുന്ന സമയത്ത് തലയ്ക്ക് വിളക്ക് വെക്കുന്നത് അതിൻ്റെ ഉള്ളിലെ ആത്മാവെന്ന ദീപനാളം അണഞ്ഞുപോയി, അതിന് പകരാണ്. അതാണ് നമ്മൾ 16 ദിവസം ആ വിളക്ക് കെടാണ്ട് സൂക്ഷിക്കില്ലേ? ഇല്ലേ? ഇപ്പൊ കുറച്ച് തിരക്കായി തോന്നുന്നു അല്ലേ? 16-ക്കൊക്കെ ആർക്ക് നേരണ്ട്? 5 ദിവസം മാക്സിമം അല്ലേ? അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ആയി പലരും, പറയണ്ട, സാരല്ലേ, പോട്ടെ, ലോകം അങ്ങനെയല്ലേ. എനിവേ, വിളക്കിന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും കുറച്ചൊക്കെ ബഹളടിക്കാൻ നോക്കിയാൽ അങ്ങോട്ട് മാറിക്ക് കുട്ടികളെ, ഇത് ചെയ്യല്ലേ എന്ന് പറയും. കാരണന്മാര് വീട്ടിലുണ്ടെങ്കിൽ. എന്താ കാരണം? ആ ആളുടെ പ്രതീകമായിട്ടാണ് ആ വിളക്ക് നിൽക്കുന്നത്. ആ ദീപം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിന്റെ പ്രതീകമാണ്. അതിലെ ദീപനാളം ആത്മാവിന്റെ പ്രതീകമാണ്. അപ്പൊ ആത്മാവ് കാണാൻ എങ്ങനെയുണ്ട്? അതിസൂക്ഷ്മമായൊരു ദീപനാളം. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അതിസൂക്ഷ്മമായൊരു ദീപനാളം. അകക്കണ്ണുകൊണ്ട് കാണാനുള്ള കാഴ്ച നിങ്ങൾക്കൊക്കെ ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലയെന്നോ? ഉണ്ട്. നിങ്ങളിപ്പോ ഇവിടെയല്ലേ ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് കണ്ണടച്ച എല്ലാവരും
ഒന്ന് കണ്ണടച്ച് ഈ കണ്ണിന്റെ കാഴ്ച അങ്ങ് നിർത്തട്ടെ. അതിന് നിങ്ങളുടെ വീടൊന്ന് കണ്ടേ. വീട് കണ്ടോ? ഒന്ന് ഓർമ്മിച്ചേ. നിങ്ങളുടെ വീട് ഓർമ്മിച്ചോ? എങ്ങനെ ഓർമ്മിച്ചു? വീട് എന്ന് എഴുതി കണ്ടോ അതോ വീട് കണ്ടോ? വീട് കണ്ടു. ശരിയല്ലേ? അങ്ങനെയല്ലേ? കണ്ണ് തുറന്നോളില്ല എല്ലാവരും. വീട് കണ്ടില്ലേ എല്ലാവരും? ഏത് കണ്ണുണ്ട്? അപ്പൊ ആ കണ്ണ് നമുക്കുണ്ട്. ഋഷിമുനിമാർക്ക് മാത്രമുള്ളതല്ല. ആ അകക്കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു അതിസൂക്ഷ്മ പ്രകാശ നക്ഷത്രമാണ് ഞാൻ എന്ന ആത്മാവ്. ആ ആത്മാവിന്റെ സ്ഥാനം ഈ ശരീരത്തിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥാനാണ്. നമ്മുടെ തലച്ചോറില് ഇവിടൊന്നും ഓരോ സൂചി വരയ്ക്കാൻ പറ്റിയാല് അത് 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടുന്ന സ്ഥാനമായിട്ട് വരും. ആചാര്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആജ്ഞാചക്രം. ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹൈപ്പോതലാമസിൽ പിറ്റ്യൂട്ടറിയും പിനിയൽ ഗ്ലാൻസും കൂടിച്ചേരുന്ന സ്ഥാനം. ഇതൊക്കെ കാണിച്ചു തരാൻ കുറച്ച് പ്രയാസമല്ലേ? അപ്പൊ പരമാത്മാവ് അതിസഹജമായി കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു, ഇരുപുരികങ്ങൾക്കും മധ്യത്തിലുള്ള ഭ്രൂമധ്യം. അതുകൊണ്ടാണ് ദേവീനെ തൊഴുതിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നമുക്കൊക്കെ പ്രസാദം കിട്ടിയില്ലേ? എവിടെയാ തൊട്ടത്? ദാ ഇവിടെ. ഞാൻ കണ്ടു. അവിടെ പോയ സമയത്ത് ദീപാരാധന നടക്കുമ്പോൾ അടച്ചുപൂജ നടക്കുക. എത്ര പേര് തൊഴുത് കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിന്നു? നിങ്ങളുടെ ഈ കണ്ണുകൾ അടച്ചു. ഈ കണ്ണുകളോട് ആരെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു? ദേവിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത്. അതായത് ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ടല്ല. ചർമ്മചക്ഷുക്കൾ കൊണ്ട് നിനക്കെന്നെ കാണാൻ സാധ്യമല്ല അർജുന. എന്നെ കാണാനുള്ള കണ്ണ് ഞാൻ നിനക്ക് തരാം എന്ന് ഗീതയിൽ പറഞ്ഞതുപോലെ ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് ഈശ്വരനെ കാണാനാവില്ല. ഈ കണ്ണുകൊണ്ട്, ആത്മാവിന്റെ നേത്രം കൊണ്ട് ഈശ്വരനെയും കാണാം, ആത്മാവിനെയും കാണാം. അപ്പൊ അകക്കണ്ണുകൊണ്ട്, നമ്മൾ വീട് കണ്ട അതേ കണ്ണുകൊണ്ട് ഒരു ചെറിയ സൂക്ഷ്മ പ്രകാശ നക്ഷത്രമായിട്ട് ഈ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആത്മാവിനെ, സ്വന്തം സ്വരൂപത്തിന്, യഥാർത്ഥമായ സ്വരൂപത്തിന് നമുക്ക് കാണാൻ സാധിക്കണം. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഈ നശിച്ചു പോകുന്ന ഒന്നുമല്ല, ഈ പേരല്ല, രൂപല്ല, ദേശല്ല, ഒന്നുമല്ല. ഇതിനൊക്കെ ഉപരിയായി ഒരിക്കലും നശിക്കാത്ത അതിസൂക്ഷ്മ പ്രകാശ നക്ഷത്രമായ ആത്മാവാണ് ഞാൻ എന്ന് പറയുന്നത്. ക്ലിയറായോ? എന്നാ ഒന്ന് തലയാട്ടിയേ. പൂർണ്ണ ക്ലിയർ ആയിട്ടില്ല. കാരണം ആത്മാവ് എന്താന്ന് പറഞ്ഞുതരാനല്ലേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഈ ആത്മാവിന് 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുണ്ട്. നമ്മള് ചിത്തം, ബുദ്ധി, അല്ലെ, ക്രിയ, ജ്ഞാനം, പല പല പേരുകളിൽ പറയുന്നു. അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന പേരെന്താണ്? ഈ മനസ്സ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്ത്? ബുദ്ധി എങ്ങനെ അതിനെ നിയന്ത്രിക്കുന്നു? സംസ്കാരം നമ്മുടെ ജീവിതത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകുന്നു? ഇതൊക്കെ അറിയാൻ വേണ്ടിക്കൊണ്ട് നിങ്ങളെ ഞാൻ ബ്രഹ്മകുമാരീസിന്റെ ബ്രാഞ്ചിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു 7 ദിവസത്തെ കോഴ്സ്, 1 രൂപ പോലും ഫീസ് തരാതെ വന്ന് പഠിച്ചാൽ 1ാമത്തെ ദിവസം തന്നെ ഇതിന്റെ ഒക്കെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വണ്ടർഫുൾ നോളജാണ്. ഇനി 2ാമത്തെ ഭാഗം. 1ാമത് നമ്മൾ അറിയേണ്ട ആദ്യം ഞാൻ ആരെന്ന കാര്യം. 2ാമത്, ഈ ലോകത്തില് ഞാൻ ഓർമ്മിക്കുന്നു 1998 ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ഞാൻ സമർപ്പണമാവാൻ വന്നതായിട്ടുള്ള വർഷം. ആ വർഷത്തില് ഞങ്ങൾക്കുള്ള ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. സെൽഫ് മാനേജ്മെന്റ് ലീഡർഷിപ്പ് കോഴ്സ് എന്ന് പറയും. അന്ന് മൗണ്ട് അബൂലി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഡൽഹി സോണൽ ഇൻചാർജായ ആശ എന്ന പേരുതായിട്ടുള്ള ദീദി ഞങ്ങളോട് പറഞ്ഞു, ബ്രിട്ടനില് കല്യാണത്തിന്റെയും ഡൈവോഴ്സിന്റെയും, മാരേജിന്റെയും ഡൈവോഴ്സിന്റെയും ഓഫീസുകൾ അടുത്തടുത്താണ് അത്രേ. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ 2 പേരും പരസ്പരം പിണങ്ങിക്കഴിഞ്ഞാൽ നേരെ ഡൈവോഴ്സിന്റെ ഓഫീസിൽ പോയിട്ട് പിരിഞ്ഞിങ്ങോട്ട് പോരും. ഇതാണ് ബ്രിട്ടനിലെ ജീവിതം എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളൊക്കെ ചിരിച്ചു. കാരണം എന്താ അറിയോ? ഇപ്പോൾ നിങ്ങളും പലരും ചിരിച്ചു പോയില്ലേ? ചിരിച്ചുപോയി. റീസൺ അറിയോ നിങ്ങൾക്ക്? അന്ന് ചിരിച്ചതിന് അഭിമാനം ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരതത്തില് അങ്ങനൊരു ദൃശ്യം ഒരിക്കലും നടക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരാളായിരുന്നു 98 ഞാനും. 4 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടില്, ഞാൻ സ്ഥലപ്പേര് പറഞ്ഞില്ല, അവരെ മോശാക്കലാവില്ലേ, നമ്മുടെ നാട്ടില് 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആർഭാടമായിട്ടൊരു കല്യാണം നടന്നു. കല്യാണത്തിന് ആൾക്കാർക്ക് കത്ത് കൊടുത്തപ്പോഴൊക്കെ അരികിൽ വെള്ളിയുടെ ലേസൊക്കെ വെച്ചിട്ടാ കൊടുത്തത്. വരുന്നവർക്ക് താങ്ക് യു കാർഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ഡയമണ്ട് വെച്ചതായിരിക്കുന്ന ഒരു ഒരു കെട്ടുപോലെയാക്കി. എന്തൊരു ആർഭാടായിരുന്നു അറിയോ? കല്യാണം കഴിഞ്ഞ രാത്രി വീടിന്റെ റൂമിൽ നിന്നുള്ള ബാൽക്കണിയിലേക്ക് പെൺകുട്ടി ഫോണും കൊണ്ടുപോയി.
സംസാരിച്ച് കൂട്ടുകാരൊക്കെ ഇങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യണ്ടേ. എല്ലാം കഴിഞ്ഞ് 2 മണിയായപ്പോഴാണ് റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നത്. പിറ്റേ ദിവസം പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് റിസപ്ഷന് വേണ്ടി ആൾക്കാരൊക്കെ തന്നെ ആൺകുട്ടിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആൺകുട്ടി പറഞ്ഞു നാളെ നേരം പുലരുമ്പോ അവര് വരുമല്ലോ ഇങ്ങോട്ട്, കൂടെ പറഞ്ഞയച്ചോളണം. ഫിനിഷ്ഡ്. അതൊക്കെ 4 വർഷം മുന്നേ. ഇപ്പൊ കല്യാണം നിശ്ചയിച്ച് സ്വർണ്ണൊക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോ ആ സ്വർണ്ണമൊക്കെ എടുത്ത് ആഭരണവും ഡ്രസ്സും കൊണ്ട് പെൺകുട്ടി ഇഷ്ടമുള്ള പയ്യന്റെ കൂടെ പോയ കഥയും നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിയാണോ അല്ലേ ഈ പറയുന്നതൊക്കെ? അല്ലേ? എന്തുകൊണ്ട്? കുടുംബം എന്ന മൂല്യം നമുക്ക് എവിടെ നഷ്ടപ്പെട്ടു പോയത്? 52 വയസ്സായിട്ടുള്ള അച്ഛനും അമ്മയും വിദേശത്ത് കൊണ്ടുപോയപ്പോ 52 വർഷം മാരേജിന്റെ ആയപ്പോ 52 വർഷം ഒന്നിച്ച് ജീവിച്ചുവെങ്കിൽ സെലിബ്രേഷൻ നടത്തി പോലും വിദേശത്ത്. അന്ന് അതൊക്കെ കേട്ട് ചിരിച്ച ആളാ ഞാന്. പക്ഷെ ഇപ്പോ ഒന്നിച്ചു പോകുന്നെങ്കിൽ എത്ര കഷ്ടപ്പാട് എന്ന് പല അമ്മമാരുടെയും ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കാറുണ്ട്. അതിലുപരി സ്വന്തം പത്നിമാരായി ജീവിക്കുമ്പോൾ വേറൊരാളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ആ ബന്ധം മുറിയുന്നതിന്റെ പേരിൽ കരഞ്ഞിട്ട് വോയിസ് ഇടും എനിക്ക്. ഞാൻ അവരെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്ത് കളയുമ്പോഴാണ്. എനിക്ക് സഹിക്കാൻ പോലും ആവില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇറ്റ്സ് ഗോയിങ് ഓൺ. എവിടേക്കാണ് നമ്മുടെ യാത്ര? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരവസ്ഥയിലേക്ക് ലോകം യാത്ര ചെയ്യുന്നത്? തിരിച്ചു ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് സംസ്കാരത്തിന്റെ ശക്തി പകർന്നു കൊടുക്കേണ്ടത് നമ്മളാണ്. മഹാഭാരതത്തിലെ കൃഷ്ണന്റെ കോട്ടി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സ്വന്തം മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സാധനങ്ങൾ ഒരുക്കൂട്ടാൻ വേണ്ടി ഓടി നടക്കുന്ന മാതാപിതാക്കള് തൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതേസമയം സ്വന്തം മക്കൾക്ക് സംസ്കാരം പകർന്നു കൊടുക്കുന്ന മാതാപിതാക്കള് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തവരാണ്. ഉദാഹരണം മഹാഭാരതം. സ്വന്തം മകനെ ചക്രവർത്തിയാക്കാൻ വേണ്ടിക്കൊണ്ട് അനിയന്റെ ഭാര്യനെയും മക്കളെയും മരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ തയ്യാറായ ധൃതരാഷ്ട്രരും കിട്ടിയ സാമ്രാജ്യം പോലും തെറ്റുപറ്റിയപ്പോ ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടില് പോയിട്ട് തൻ്റെ മക്കൾക്ക് സംസ്കാരം പകർന്നു കൊടുത്ത പാണ്ഡു മഹാരാജാവിന്റെ മക്കള് ചക്രവർത്തിമാര്. ധൃതരാഷ്ട്രരുടെ മക്കള് ഈ സൊസൈറ്റിയെ നശിപ്പിച്ച മക്കള്. തൻ്റെ അച്ഛനെ കൊണ്ട് 100 മക്കളുടെ ചിതയ്ക്ക് തീ കൊളുത്തിപ്പിക്കാൻ വിധം ദുഃഖം പകർന്നു കൊടുത്ത മക്കള്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടേക്കാ നമ്മുടെ ഓട്ടം? ധൃതരാഷ്ട്രരായിട്ടാണോ പാണ്ഡുവായിട്ടാണോ? ചിന്തിക്കണോ വേണ്ടേ? നിങ്ങൾ പറയേ, സമയമായോ ഇല്ലേ? ഇപ്പോ നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ ഇനി ഒരിക്കലും ചിന്തിക്കാനാകാത്ത വിധം നമ്മുടെ കുട്ടികൾ എവിടേക്കോ പോവും. ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ ക്ലാസ് ഒന്നുകൂടെ പറയുക. അയാൾ പറയുകയാണ്, യൂത്തിന്റെ ക്ലാസ് ആണ് കേട്ടോ, കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു എനിക്ക് വീഡിയോ കാണുമ്പോൾ. നിങ്ങൾ ആരും മക്കളെ, നിങ്ങളോട് ആരോടും ഞാൻ MD MA ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ വേറൊരു ലഹരി പദാർത്ഥം ഉപയോഗിക്കണം എന്നൊന്നും പറയില്ല. സ്വന്തം ജീവിതം, സ്വന്തം ഇഷ്ടം, അതല്ലേ പോളിസി. എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം. യു ക്യാൻ, ബട്ട് കണ്ടീഷൻ, കല്യാണം കഴിച്ചേക്കരുത്. അതുവരെ കുട്ടികളൊക്കെ ഭയങ്കര ചിരിച്ചു കളിച്ചു കേട്ടു കേട്ടോ. ഇത് കേട്ടപ്പോ അതെന്താ ഇങ്ങനെ? അപ്പൊ പറഞ്ഞു, കല്യാണം കഴിച്ച് നിങ്ങൾക്ക് മക്കളുണ്ടായാല്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് മക്കൾ ജനിച്ചാല് ആ തലമുറ കുട്ടികൾ കുറച്ചു വലുതാവുമ്പോഴത്തേക്കും അവരച്ഛനെയും അമ്മേനെയും കൊന്നുകളയും. കാരണം അത്രയും മാനസിക നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു തലമുറയാണ് ഈ മക്കളിലൂടെ ജനിച്ചു വരാൻ പോകുന്നത് എന്ന്. നമ്മൾ എവിടെയാ നിൽക്കണമെന്ന് വല്ല പിടിയും കിട്ടിയോ നിങ്ങൾക്ക്? ഇറ്റ് ഈസ് ദ ടൈം എന്ന് പറഞ്ഞുകൂടാ, ഹൈ ടൈം എന്ന് വേണേൽ പറയാൻ. അതിക്രമിച്ചിരിക്കുന്നു സമയം. നമ്മുടെ ജീവിതത്തില് എല്ലാം നേടണം. ഞാൻ ഒരിക്കലും ധനം നേടണ്ട എന്ന് പറയുന്ന കൂട്ടത്തിലല്ല. നിങ്ങൾ വേണമെങ്കിൽ BK ഷീബ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, കണ്ടു നോക്കിക്കോ. പെട്ടെന്ന് ധനം ആകർഷിക്കേണ്ടത് എങ്ങനെ, ധനം സ്ഥിരമായി നിൽക്കാൻ എന്ത് ചെയ്യണം, എല്ലാം ഞാൻ പറയാറുണ്ട്. ധനം പരമമായ ലക്ഷ്യമല്ല. ധനം നമ്മുടെ ബൈ പ്രൊഡക്റ്റ് ആണ്, ആവശ്യമാണ്. സംസ്കാരമില്ലാതെ കോടികൾ സമ്പാദിച്ചോ, അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മക്കൾക്ക് കൈമാറിയിട്ട് ദിവസങ്ങൾ പോലും വേണ്ട, ദിവസങ്ങൾ കൊണ്ട് കോടികൾ പറത്തിക്കളയാൻ അവർക്ക് പറ്റും. നിങ്ങളൊരു ആയുഷ്കാലം കൊണ്ട് മുഴുവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതായിരിക്കാം. പറത്ത് കളയാൻ 3 മിനിറ്റ് 3 ദിവസം മതി എല്ലാം നശിക്കാൻ. അതുകൊണ്ട് പകർന്നു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
മക്കൾക്ക് സംസ്കാരം പകർന്നു കൊടുക്കാൻ. ഞാൻ എൻ്റെ അമ്മ എന്നും എൻ്റെ റോൾ മോഡലാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. എനിക്ക് ഓർമ്മ എൻ്റെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അറിയോ? ഞാൻ അധികം മക്കളൊരു കുടുംബത്തിന് 7 മക്കളുള്ള കുടുംബത്തിലൊരു കുട്ടിയാണ് ഞാനും. ഞങ്ങളുടെ വീട്ടിലൊരു പൂജാമുറി ഉണ്ട്. സന്ധ്യ ആയി കഴിഞ്ഞാൽ അതിന് മുന്നിൽ പുൽപ്പായിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നാമം ജപിക്കുമായിരുന്നു. ഒരുപാട് അറിവ് ഈ ലോകത്തിലുണ്ടോ അമ്മയ്ക്കെന്ന് അറിഞ്ഞൂടാ. അമ്മ ആകെ 4ാം ക്ലാസ്സിൽ പഠിച്ചുള്ളൂമായിരുന്നു. പക്ഷെ ജീവിതത്തിന് വേണ്ട അറിവെല്ലാം ഞാൻ അമ്മയിൽ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കും. എൻ്റെ കോൺസെൻട്രേഷൻ ട്രെയിനിങ് നടത്തി തന്നാണ് എൻ്റെ അമ്മയാണ്. എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? വീട്ടിൽ നിയമം 1 മണിക്കൂർ നാമം ജപിക്കണം. ചിലപ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണ, അത് കഴിഞ്ഞാൽ ദേവിയുടെ ഓരോരോ നാമങ്ങൾ മാറി മാറി ജപിക്കണം. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ അമ്മ നമുക്ക് തന്നൊരു ഗൈഡൻസ് ഉണ്ട്. കൃഷ്ണന്റെ നാമം ജപിക്കുമെങ്കിൽ കൃഷ്ണനെ മനസ്സിൽ കണ്ടിട്ട് നാമം ജപിക്കൂ, രാമന്റെ നാമം ജപിക്കുകയാണെങ്കിൽ രാമനെ മനസ്സിൽ കണ്ട് നാമം ജപിക്കൂ എന്നൊക്കെ. നമ്മൾ കുട്ടികളല്ലേ, പഠിക്കുന്ന കാലം ചിലപ്പോൾ സ്ഥിരമല്ലേ, ഒരു കാര്യം സ്ഥിരം പറയാൻ തുടങ്ങിയാൽ നാവ് പറയാൻ തുടങ്ങുമല്ലോ, തല വേണ്ടല്ലോ. അപ്പൊ മനസ്സുകൊണ്ട് ചിലപ്പോൾ സ്കൂളിൽ ടീച്ചർ പറഞ്ഞത് ഓർമ്മിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകാരെ ഓർമ്മിച്ചിട്ടുണ്ടാവും. മനസ്സ് പാറി നടന്നിട്ട് നാമം ജപിക്കുമ്പോൾ ഇതെല്ലാവരും ഒന്ന് നിർത്തി മറ്റൊന്നിലേക്ക് പോയാലും നമ്മളിത് പെട്ടെന്ന് ആവർത്തിക്കാൻ പോകും. അമ്മ നോട്ട് ചെയ്ത് വെക്കും, ഇത് ശ്രദ്ധിച്ചിട്ടല്ലെന്ന് അവള് നാമം ജപിച്ചിരിക്കുന്നത്. പണിഷ്മെന്റ് 1/2 മണിക്കൂർ സമയം ഒറ്റയ്ക്കിരുന്ന് നാമം ജപിക്കണമായിരുന്നു. അപ്പൊ ഈ ഒറ്റയ്ക്കിരുന്ന് നാമം ജപിക്കാനുള്ള മടിക്ക് അമ്മയുടെ കൂടെ കൃത്യമായിട്ട് നാമം ജപിച്ചു. കാലം കടന്നുപോയി. എൻ്റെ 20 വയസ്സുള്ള സമയത്താണ് കോൺസെൻട്രേഷൻ എന്താന്ന് പഠിക്കാനുള്ള ട്രെയിനിങ്ങിന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതല്ലേ ഇപ്പൊ അമ്മ പഠിപ്പിച്ച പാഠം. അന്ന് കോൺസെൻട്രേഷൻ നാമജപത്തിലൂടെ പഠിപ്പിച്ചു തന്നു. ഭക്തിയുടെ ശക്തി എന്തെന്ന് ഞാൻ കണ്ടത് അമ്മയിലായിരുന്നു. ഇത് ഞാൻ അയ്യപ്പന്മാരുടെ സീസൺ, മണ്ഡല കാലഘട്ടം. അച്ഛനൊരു, നമ്മുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞല്ലോ, ഗുരുസ്വാമി എന്നൊക്കെയാ ഞങ്ങളുടെ വീട്ടിൽ തൃശ്ശൂർ ഭാഷ. തൃശ്ശൂരാണ് കേട്ടോ സ്വന്തം നാട്. തൃശ്ശൂർ ഭാഷ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കെട്ടി നിറച്ചു കൊടുക്കുന്ന ആളുണ്ടാവുമല്ലോ. അങ്ങനെയായിരുന്നു അച്ഛൻ. ഒരുപാട് പേരുടെ വീട്ടിൽ കെട്ടിനിറ കഴിഞ്ഞ ഏതാണ്ട് അവസാനത്തിലാണ് അച്ഛൻ്റെ കെട്ടിനിറ ഉണ്ടാവുക. വീട്ടിലാണെങ്കിൽ പഞ്ഞം ഒന്നുമില്ല, ശൂന്യമായ കാലാണ് അന്ന്. അപ്പൊ അമ്മയ്ക്ക് വിളക്ക് വെക്കാൻ പോയിട്ട് അരി ഉണ്ടാക്കാൻ ഒന്നും പൈസയില്ല. അമ്മ ഒരു നേരത്തെ ആഹാരത്തിനെ കുറച്ചിട്ട് വിളക്ക് വെക്കുമായിരുന്നു. ഒരു വലിയ ഹിസ്റ്ററിയാണ് ഭക്തിയുടെ അമ്മയുടെ ഹിസ്റ്ററി. അന്ന് അമ്മ ആരെയും വിളിച്ചില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ 5 പെങ്ങന്മാരും അമ്മയുടെ വീട്ടിൽ 6 ആങ്ങളമാരുമാണ്. ചിന്തിക്കാലോ നിങ്ങൾക്ക്, ഫാമിലി വന്നാൽ തന്നെ എത്ര ഉണ്ടാവുമെന്ന്. അച്ഛൻ്റെ കെട്ടുനിറ ആയതുകൊണ്ട് അമ്മ വീട്ടുകാരും വന്നു, അച്ഛൻ വീട്ടുകാരും വന്നു. അച്ഛൻ ഗുരുസ്വാമി ആയതുകൊണ്ട് കേട്ടറിഞ്ഞ് ഒരുപാട് അയ്യപ്പന്മാരും വന്നു. പക്ഷേ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കാൻ പകുതി പേർക്ക് തികയുന്ന അരി പോലും വീട്ടിലില്ല. എൻ്റെ അമ്മയുടെ അനുഭവം ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്. ഈ കെട്ട് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ച് അലങ്കരിച്ചു വെക്കില്ലേ, അങ്ങനെ മാലയിട്ട് വെച്ച അയ്യപ്പൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയിട്ട് അമ്മ കരഞ്ഞു പറഞ്ഞു, എൻ്റെ അയ്യപ്പ, എനിക്ക് ഈ അരി ഇട്ട് കൂള് ചോദിച്ചാ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് സന്ധ്യമായപ്പോൾ പോലും തരില്ല. എനിക്ക് എവിടുന്ന് ഞാൻ അയ്യപ്പന്മാർക്കൊക്കെ അന്നം കൊടുക്കും? ഞാൻ ഇന്ന് ഈ അരി വെച്ച് വിളമ്പും, വന്ന എല്ലാവർക്കും അന്നം കൊടുക്കാൻ നീ എന്നെ സഹായിക്കണം എന്ന് നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് അമ്മ പോയിട്ട് ആഹാരം ഉണ്ടാക്കി. വന്ന എല്ലാ അയ്യപ്പന്മാരും കഴിച്ചു, ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും കഴിച്ചു. എന്നിട്ടും വെള്ളം ഒഴിച്ചിടാൻ ചോറുണ്ടായിരുന്നു രാത്രി. ഭക്തിയുടെ ശക്തി എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, വിശ്വാസത്തിന്റെ ശക്തി എന്ത് എന്നുള്ള കാര്യം. അതുകൊണ്ട് ജീവിതത്തില് നമ്മുടെ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ അടുത്ത് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയിട്ട് മോനെ നാമം ജപിക്കടാ എന്ന് പറഞ്ഞിട്ടിരുന്നാൽ, നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് അടുക്കളയിൽ പണിതാലും ഇപ്പുറത്ത് പോയിട്ട് സീരിയൽ കണ്ടിരുന്നാലും അവര് കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാനുള്ള സമയമാണ്. എവിടെ നിന്ന് മാറണം? ഇത് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും, സിസ്റ്ററെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് സ്കൂൾസ് ഉണ്ടോ? യെസ്, നിങ്ങളും ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു പോവില്ലേ? സ്കൂൾസ് ഉണ്ടോ? ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നതൊരു സ്കൂളാണ്. ഈശ്വരന്റെ സ്കൂളാണ്. ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, കർമ്മം എന്താണ്, കർമ്മഫലം എന്താണ്, ഈ യാത്ര നിങ്ങൾ എവിടെ കൊണ്ടെത്തിക്കും, എങ്ങനെ യാത്ര ചെയ്യണമെന്ന് ജീവിതം പഠിപ്പിക്കുന്ന സ്കൂളാണ് ഈശ്വരീയ വിശ്വവിദ്യാലയം. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ പേരക്കുട്ടിയും അച്ഛനും അമ്മയും ബാലുശ്ശേരി സെന്ററിൽ ഡെയിലി ക്ലാസ് കേൾക്കാൻ വരുന്നതുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട്, ആ കുട്ടി അച്ഛനും അമ്മയും വരുന്നുണ്ട്, 4 വയസ്സുകാരനായിട്ടുള്ള മോനും വരുന്നുണ്ട്.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ അറിയുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും ക്ലാസ്സിൽ. എന്തിനാ മോനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ നമ്മുടെ യഥാർത്ഥ ധർമ്മം? ആദി സനാതന ദേവീ ദേവതാ ധർമ്മം. കിളിക്കൊഞ്ചലിന്റെ ഭാഷ ഏതാ കുട്ടി പറയും. എത്ര യുഗങ്ങളുണ്ട്, സത്യത്രേത ദ്വാപര കലിയുഗത്തിൽ പറഞ്ഞുകൊണ്ട് അവന്റെ കുഞ്ഞു ഭാഷ അവൻ പറയും. അവന് 5 വയസ്സ്, അവന്റെ അച്ഛനും അമ്മയുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. ഈശ്വരന്റെ ജ്ഞാനം പഠിക്കാൻ വേറൊരു സ്കൂളിന്റെ ആവശ്യമില്ല. ഈ വിശ്വവിദ്യാലയത്തിലേക്ക് നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും വെൽക്കാണ്. വരൂ, പഠിക്കൂ. നമ്മുടെ തലമുറകൾക്ക് സംസ്കാരം പകർന്നു കൊടുക്കാൻ സമയമായി. അറ്റ്ലീസ്റ്റ് ഒരാഴ്ച പഠിച്ചാൽ എന്താണ് നമ്മുടെ സംസ്കാരം, എന്താണ് പകർന്നു കൊടുക്കേണ്ടത്, എന്താ നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവുക, ആ ഒരു തിരിച്ചറിവെങ്കിലും നമുക്ക് കിട്ടും. മറ്റൊന്ന്, അറിഞ്ഞില്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ പോലും നമ്മളെന്ന് കണ്ടതല്ലേ, അതിൻ്റെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടേ? മക്കൾ എന്തുകൊണ്ട് വിളക്ക് വെക്കണമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ പ്രകാശം. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അങ്ങനെയല്ലേ, വിളക്ക് കൊളുത്തി നമ്മൾ ഉദ്ഘാടനം ചെയ്യില്ലേ? എന്തുകൊണ്ട്? ഈ സൃഷ്ടിയിലെ പരമപ്രകാശമായിരിക്കുന്ന ഭഗവാനെ വിളിക്കുന്നതാണ്. എല്ലാ ധർമ്മപിതാക്കന്മാരും നോക്കിക്കോളൂ, എല്ലാവരും പറയുന്നത് ഈശ്വരൻ ഒന്ന് എന്നാണ്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ക്രിസ്ത്യൻ ധർമ്മത്തിൻ്റെ ഉള്ളില് ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ് പറയാ, ഈശ്വരൻ പ്രകാശമാണ്. ഇസ്ലാം ധർമ്മത്തിൻ്റെ ഉള്ളില് നൂറെ ഇലാഹി എന്നാണ് പറയുന്നത്, അല്ലാഹു പ്രകാശമാണ്. ബുദ്ധധർമ്മവും ജൈനധർമ്മവും ഈശ്വരൻ എന്നുള്ള വിശ്വാസമില്ല, അവര് പറയും നന്മയുടെ വെളിച്ചമാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത്. ഹിന്ദു ധർമ്മത്തില് നമ്മൾ എത്ര ദേവീദേവന്മാരെ മാനിക്കുന്നവരാണ്? 33 കോടി പറയുന്നില്ലല്ലോ ആരും. 33 കോടി ദേവീദേവന്മാര്, ശരിയല്ലേ? നിങ്ങൾ മാനിക്കുന്നില്ലേ? ഓ, ചിലർക്കൊക്കെ അത് പറയുമ്പോ ഒരു ചമ്മണ്ട യാതൊരു കാര്യവുമില്ല. ആധികാരികമായിട്ട് അതോറിറ്റിയോടെ ആനന്ദത്തോടെ ഞാൻ പറയും, 33 കോടി ദേവീദേവന്മാരുടെ നാടാണ് നമ്മുടെ ഭാരതഭൂമി. ദേവഭൂമിയാണ് നമ്മുടെ ഭാരതഭൂമി. അതിന്റെ രഹസ്യം മനസ്സിലാക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ 33 കോടി ദേവീദേവന്മാരും ദേവാദിദേവൻ എന്ന് പറയുന്നത് ആരെയാണ്? ആരെ പറയാ? മഹാദേവൻ ശിവനെയാണ്. പരമശിവൻ എന്നല്ലേ നമ്മൾ പറയാ, പരമേശ്വരൻ. പരമം എന്നുള്ള വാക്കിനർത്ഥം എന്താണ്? ദ ഹയസ്റ്റ്. അതിന്റെ മേലെ ഒന്നുമില്ല. ശിവന്റെ അമ്പലത്തിൽ നമ്മളൊക്കെ തൊഴുന്നവരല്ലേ അല്ലെ? തിരുനക്കര എത്ര ശിവക്ഷേത്രങ്ങളാണെന്നറിയോ? ഇവിടെ സെന്ററിന്റെ അടുത്ത് വന്നപ്പോ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞുപോയി. ഇങ്ങോട്ട് വരുമ്പോ ഏറ്റുമാനൂർ അമ്പലം എത്താൻ നേരമില്ലാത്തത് കൊണ്ട് നാളെ പോകുമ്പോഴെങ്കിലും കേട്ട് തൊഴുതിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ശിവക്ഷേത്രം എത്രയാണ് ഇവിടെ, എന്തൊരു നല്ല നാട്. ഈ ശിവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കാണാം, ശിവന് ശിവലിംഗ രൂപത്തിലാണ് പ്രതിഷ്ഠ. ശിവലിംഗം എന്നുള്ള വാക്കിനർത്ഥം ശിവന്റെ രൂപം അല്ലെങ്കിൽ ശിവന്റെ അടയാളം. ജ്യോതിർലിംഗം, ശിവലിംഗം. ആ ജ്യോതിയെ പ്രതിഷ്ഠിച്ച് നമ്മൾ പൂജിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് കാറ്റ് കൊള്ളാത്തൊരു സ്ഥലത്തൊരു വിളക്ക് കൊളുത്തി വെക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ദീപനാളത്തിൽ ശിവലിംഗത്തിന്റെ മേലത്തെ ആകൃതി അങ്ങനെ വന്നിട്ടുണ്ടാവും. ആ പരമപ്രകാശത്തിനെ പ്രതിഷ്ഠിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ശക്തിനെ ആവാഹിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ ശിവക്ഷേത്രങ്ങൾ. അതുകൊണ്ട് ശിവൻ എന്ന് പറയുന്നത് പരമമായിരിക്കുന്ന ശക്തിയാണ്, ജ്യോതിയാണ്. ആ പരമജ്യോതിയായിരിക്കുന്ന ശിവനെയാണ് എല്ലാ ധർമ്മത്തിലുള്ളവരും അവരല്ലാഹു, യഹോവ, അതല്ലെങ്കിൽ എന്ത് പേരിൽ പറഞ്ഞോട്ടെ, ആ പ്രകാശ സ്വരൂപമാണ് ഈശ്വരൻ. അതുകൊണ്ട് ആ ഒന്നായ ഈശ്വരനെ, ഒന്നിൽ നിന്ന് മൂന്നും മൂന്നിൽ നിന്ന് ദൈവഗണങ്ങളും അല്ലെ, ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാരിലൂടെ സൃഷ്ടിസ്ഥിതി സംഹാരവും അതുപോലെ ദേവീദേവന്മാരിലൂടെ കർമ്മങ്ങൾക്ക് നിയുക്തമാക്കപ്പെടുന്നതും നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ്, സനാതന സംസ്കാരമാണ്. സനാതനം എന്നുള്ള വാക്കിനർത്ഥം ഒരിക്കലും നശിക്കാത്ത എന്നാണ്. ധർമ്മം എന്നുള്ള വാക്കിനർത്ഥം ധാരയതി ഇതി ധർമ്മ എന്നാണ്. എന്താ പറയാ? ധാരയതി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ധരിച്ചതാണ് ധർമ്മം. നോക്കൂ, ഞാൻ ഈ സാരി ധരിച്ചിരിക്കുകയാണ്, ഞാൻ ഈ ബാഡ്ജ് ധരിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ ഞാൻ അണിഞ്ഞിരിക്കുന്നത് എൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നു. സ്വന്തമാക്കാനുള്ളതാണ് ധർമ്മം. വായിക്കാനുള്ളതും പഠിക്കാനുള്ളതല്ല ധർമ്മം, സ്വന്തം കർമ്മത്തിൽ കൊണ്ടുവരാനുള്ളതാണ് ധർമ്മം. ഈ ധർമ്മം എന്ന് പറയുമ്പോൾ ഏത് ധർമ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്? കുറെ പേരെന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്റർ ക്രിസ്ത്യൻ ധർമ്മോ, ഹിന്ദു ധർമ്മോ, മുസ്ലിം ധർമ്മോ, ഏത് ധർമ്മത്തിനെയാണ് പരാമർശിക്കുന്നത് എന്ന്. ഞാൻ ധർമ്മം എന്തെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ ഭിക്ഷക്കാർ വന്നിട്ടില്ലേ? പരിചയമില്ലേ? കണ്ടിട്ടില്ലേ? വന്നാൽ ചോദിക്കുക, അമ്മേ ധർമ്മം തരണേ ചോദിക്കും. അങ്ങനെയല്ലേ ചോദിക്കുക?
ആ വീട്ടമ്മ ചിലപ്പോൾ അരി കൊണ്ടു കൊടുക്കും, ചിലപ്പോൾ വസ്ത്രം കൊടുക്കും, ചിലപ്പോൾ പൈസ കൊടുക്കും, ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നമ്മൾ കൊടുക്കുന്നു. എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, അരിയാണോ ധർമ്മം? അരിയാണോ ധർമ്മം? അല്ല. വസ്ത്രമാണോ ധർമ്മം? ആണോ ധർമ്മം? അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ കൈ കാണിച്ചേ. അല്ല. പൈസയാണോ ധർമ്മം? അല്ല. പിന്നെ എന്താ ധർമ്മം? അയാൾ ചോദിച്ചത് ധർമ്മം തരണേന്നല്ല ചോദിച്ചത്. ആ സമയത്ത് ആ അമ്മയുടെ മനസ്സിലുള്ള ഭാവം, ഞാൻ കഴിച്ചിട്ടിരിക്കുക, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക, പാവം പട്ടിണിയാണ്, കഴിക്കട്ടെ എന്ന വിചാരത്തോടെ കുറച്ച് അന്നം കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് ധർമ്മം. കരുണയാണ് ധർമ്മം, സ്നേഹമാണ് ധർമ്മം, ശാന്തിയാണ് ധർമ്മം, ശക്തിയാണ് ധർമ്മം, സത്യമാണ് ധർമ്മം, അഹിംസയാണ് ധർമ്മം. ഈ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരണ ചെയ്താൽ നിങ്ങൾ ധർമ്മപുരുഷനാകുന്നു. അതുകൊണ്ട് ധർമ്മം ഭഗവാൻ സ്ഥാപിക്കുകയാണ്. ഇതൊരിക്കലും നശിക്കുന്നില്ല. ഈവൻ തീവ്രവാദിയായ ഒരാള് മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി കൊണ്ട് സ്വയം ബോംബായിട്ട് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. അയാളുടെ ഉള്ളിൽ ധർമ്മമുണ്ടോ? ഉണ്ടോ? അയാളുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? ഇല്ല, ഇല്ല. തീവ്രവാദിയുടെ ഉള്ളിൽ സ്നേഹമില്ല എന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണട്ടെ. ഞാൻ തീവ്രവാദിക്ക് സ്നേഹം എന്ന ഗുണമില്ല എന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയ. ആരുമില്ല, 2-3 പേരോ? അത് കൊള്ളാം. എന്നാ തീവ്രവാദിക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് കൈ ഉയർത്തി ഞാൻ കാണട്ടെ. സ്നേഹമുണ്ട്. സ്നേഹം മാക്സിമാണ് അയാൾക്ക്. നമ്മളൊക്കെ പറയും, ഞാൻ എൻ്റെ ഈശ്വരന് വേണ്ടി പ്രാണൻ കൊടുക്കാം, എൻ്റെ മോന് വേണ്ടി പ്രാണൻ കൊടുക്കുക, അത്ര സ്നേഹമാണ്, മോൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുക, അത്ര സ്നേഹാന്നൊക്കെ. അയാള് ആശയത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ പൊട്ടിത്തെറിപ്പിക്കാൻ വന്ന ആളാ. അപ്പൊ സ്നേഹം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? പാവം, സ്നേഹം വികൃതമാക്കപ്പെട്ടു എന്ന് മാത്രം. സ്നേഹം സ്വന്തം ദേഹത്തോട് വന്നു പോയാൽ അതിനെ നമ്മൾ പറയും ദുരഭിമാനം. ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, സ്വന്തമായിട്ട് വന്ന ദുരഭിമാനായി. സ്നേഹം മറ്റൊരാളുടെ ദേഹത്തിനോട് വന്നു പോയാൽ അത് മോഹായി. നമ്മൾ കാണുന്നില്ലേ, ചില കുട്ടികളെ മുഖത്തൊക്കെ ആസിഡ് കൊണ്ടുവച്ചിട്ട് എനിക്കില്ല, നീ എങ്കിൽ നിന്നെ ആർക്കും വേണ്ട, നീ എന്റെയാണ്. എന്ത് എൻ്റെ? എവിടെ സ്നേഹം? ഇതിന്റെ പേരാണ് മോഹം എന്ന് പറയുന്നത്. അവരില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. കാണിക്കുന്നില്ലേ, പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നില്ലേ കുട്ടികള്? എന്തിന്റെ പേരില്? മോഹാണ്, സ്നേഹമല്ലാതെ. സ്നേഹം ധനത്തിനോട് വന്നാലേ, ഒരു കൊച്ചു കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് മരിക്കും വരെ ആക്കിയിട്ട് കഴുത്തുനിന്ന് സ്വർണം കൊണ്ടുപോകുന്ന കഥ വായിച്ചിട്ടുണ്ടല്ലോ. ധനത്തിനോട് സ്നേഹം വന്നാൽ അങ്ങനെയുള്ള ക്രൂരനായി മാറും, ലോഭിയായി മാറും. പദവിയോട് സ്നേഹം വന്നാല് ഞാൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ അടുത്ത നിമിഷം പൊട്ടിത്തെറിക്കുക. എന്താ കാരണം? ഞാനല്ലേ പറഞ്ഞു, ഞാൻ വലിയ ആളല്ലേ, ഞാൻ അധികാരിയല്ലേ, പറഞ്ഞാൽ മാനിച്ചണ്ടേ. എങ്കിൽ ഇതിന്റെ പേര് ക്രോധം അഥവാ സ്നേഹം തൻ്റെ ആശയത്തിനോട് വന്നു പോയാൽ അതിൻ്റെ പേര് തീവ്രവാദം. ഭഗവാൻ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ ശുദ്ധമായ ഫോം. സ്വയം അവനവനെ സ്നേഹിക്കേ. നമ്മളുടെ എന്ത് ഗുണമുണ്ടെന്ന് മനസ്സിലാക്ക്, നമ്മളുടെ എന്ത് ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്ക്. സ്നേഹം സ്വയം അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അവനവനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ആരെന്ന് തിരിച്ചറിയുമ്പോൾ, നമ്മളുടെ ഗുണങ്ങളെ മനസ്സിലാക്കുമ്പോൾ, ശക്തികളെ മനസ്സിലാക്കുമ്പോൾ, ശൂന്യത്തിൽ നിന്ന് എല്ലാം കെട്ടിപ്പിടുക്കാൻ ശക്തിശാലികളായി നിങ്ങൾ മാറും. അതിൻ്റെ പേരാണ് യഥാർത്ഥ സ്നേഹം. മറ്റൊരാളോട് സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ ഉന്നതിക്ക് വേണ്ടി എന്തും ത്യാഗം സഹിക്കാൻ നിങ്ങൾ തയ്യാറാവും. അതിൻ്റെ പേരാണ് സ്നേഹം. എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് എന്നെ വിട്ട് ഇവിടുന്ന് എവിടെയും പോവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് സ്നേഹമല്ല. അതെന്താണ്? മോഹം. നമ്മൾ പറയില്ലേ, ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. അതുകൊണ്ട് ആ സ്നേഹം ബന്ധനാണ്. അപ്പൊ സ്നേഹിക്കണം, നമ്മളെ സ്നേഹിക്കണം, ഞാനെന്നാരെന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഗുണങ്ങളെ അറിയണം, ശക്തികളെ അറിയണം, ഈശ്വരനെ തിരിച്ചറിയണം. ആ നിരാകാരിയായ പരമാത്മ ജ്യോതിസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അതിസൂക്ഷ്മമായ പ്രകാശ നക്ഷത്രമാണ്. ഗീതയിൽ പറയുകയാണ്, കവിം പുരാണം മനുശാസിതാരം അണോരണീയാംസു അനുസ്മരേദ്യഃ സർവസ്യ ദാധാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസപരസ്ഥാത്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? കവിം പുരാണം, ഈ സൃഷ്ടിയിലെ അതിപുരാതന പണ്ഡിതൻ, സ്വയം ജ്ഞാനസാഗരൻ. ആ ഭഗവാന്റെ രൂപം എന്താണ്?
അണൂരണീയം, അണുവിലും അണുവാണ് എന്നർത്ഥം. എന്നുവെച്ചാൽ കാണാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആത്മാവിനെ കാണാനും ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഈ കണ്ണുകൊണ്ട് കാണണം. ഈശ്വരനെയും ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന അതിസൂക്ഷ്മ പ്രകാശ സ്വരൂപമാണ് പരമാത്മാവിന്റെ രൂപം. ഒരിക്കലും ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്ത, ജനന മരണത്തിനുപരിയായിരിക്കുന്ന പരമാത്മാ രൂപത്തിലെ ബിന്ദുവുള്ളൂ, ഗുണങ്ങളിൽ സിന്ധുവാണ്. ഈ സൃഷ്ടിക്ക് മുഴുവൻ ആധാരമാണ്, സർവസ്യദാധാരം എന്ന് പറയുന്നു. അചിന്ത്യ രൂപമാണ്, ചിന്തിക്കാൻ പ്രയാസമാണ്. നമുക്ക് കൃഷ്ണനെ ഓർമ്മിക്കാൻ എളുപ്പമല്ലേ, രൂപം പറയുമ്പോഴേക്കും മനസ്സിൽ വരും. രാമനെ ഓർമ്മിക്കാൻ എളുപ്പമാണ്, പറയുമ്പോഴേക്കും മനസ്സിൽ വരും. ദേവീനെ ഓർമ്മിക്കാൻ എളുപ്പമാണ്, പറയുമ്പോഴേക്കും മനസ്സിൽ വരും. ഒരു പ്രകാശ ബിന്ദുവിനെ ഓർമ്മിക്കാൻ പറഞ്ഞാൽ ഓർക്കാൻ പ്രയാസ. അതാണ് ഗീതയിൽ എഴുതി വെച്ചത്, അചിന്ത്യ രൂപമാണ്, ആദിത്യവർണം, സൂര്യനെ പോലെ പ്രകാശമാണ്, പക്ഷെ അതിസൂക്ഷ്മമാണ്. ആ അതിസൂക്ഷ്മമായ പരമാത്മാവിന് നമ്മുടെ എന്തൊരു കർമ്മത്തിനും ആദ്യമായി ഈശ്വരനെയാണ് നമ്മൾ ആവാഹിക്കുക. അതിനു വേണ്ടിയിട്ടാണ് വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നത്. മനസ്സിലായോ? എപ്പോഴാ വിളക്ക് കൊളുത്തണ്ടേ? സൂര്യാസ്തമനത്തിന് മുന്നേ. നമ്മുടെ ദിവസമുള്ള കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അസ്തമന സമയം ഒന്നുമില്ലെങ്കിലും ഇരുട്ട് മയങ്ങുന്നേക്കാൾ മുന്നായിട്ട് വിളക്ക് കൊണ്ട് കാണിച്ചു കൊണ്ട് വെക്കരുത് കേട്ടോ. പല വീട്ടിലും ഞാൻ കാണുന്നുണ്ട്, നാമം ജപിച്ചിട്ട് രാമ രാമ രാമ, അവരിഷ്ടമുള്ള ദേവത ആരാണെന്ന് വെച്ചാൽ അവരെ നാമം ജപിച്ചുകൊണ്ട് വിളക്ക് കൊണ്ടുപോയിട്ട് ഉമ്മർത്ത് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കുക. ആരെയെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല, അസ്തമനത്തിന് മുന്നേ കൊളുത്തി വെക്കുക. അതിൽ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമുക്ക് അനുഗ്രഹമുണ്ട്. ചെരിഞ്ഞുള്ള സൂര്യപ്രകാശത്തിലെ വിഷാംശങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് എണ്ണത്തിരി അല്ലെങ്കിൽ നെയ്ത്തിരി, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പൊ ഒരു വിളക്കെണ്ണ എന്നൊരു എണ്ണ വാങ്ങാൻ കിട്ടും അല്ലേ? ഇവിടെ കിട്ടും, അങ്ങനെ അവിടെയൊക്കെ കിട്ടും. അത് വെച്ച് കത്തിക്കരുത്. അതിനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കലർത്തി അശുദ്ധമായ സാധനമാണ്. നല്ല എള്ളെണ്ണ അഥവാ നമുക്ക് നെയ്യ്. ഞാൻ ആശ്രമത്തിൽ വിളക്ക് കത്തിക്കാറുണ്ട് കേട്ടോ, സ്ഥിരമായിട്ട് നെയ്യ് വിളക്ക്. അതിന് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി വരാറുണ്ട്. ആ പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് എന്നും നല്ല നെയ്യ് വാങ്ങാൻ പോയില്ലെങ്കിലും സാരമില്ല, ഇവിടെ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല, കാലഘട്ടം ഔട്ട്ഡേറ്റഡ് നെയ്യ് എന്ന് പറയുന്നത്. നെയ്യ് പഴക ഔട്ട്ഡേറ്റ് ഒന്നും ആവില്ല, നമുക്കറിയാലോ. നല്ല നെയ്യ് വാങ്ങിക്കൊണ്ടുപോയിട്ട് ദിവസവും ഒരു മൺചരാതിലെങ്കിലും വിളക്ക് കൊളുത്തുക സന്ധ്യാസമയത്ത്. അതിന് എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് എനർജിനെയും വലിച്ചെടുക്കാൻ പറ്റും. വീടിന്റെ മുന്നിൽ ഒരു വിളക്ക് കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിന്റെ മാറ്റം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് മാറുമ്പോൾ നെഗറ്റീവ് എനർജികൾ ഒരുപാടുണ്ട് ലോകത്ത്. അതെന്താണെന്നൊന്നും പറഞ്ഞത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, നെവർ മൈൻഡ്. പക്ഷെ അതിനൊന്നും വരാതിരിക്കാൻ ഒരു കവചം പോലെ ഈ നെയ് വിളക്ക് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് വീടിന്റെ മുന്നിൽ സന്ധ്യാസമയത്ത് ഒരു വിളക്ക് കൊളുത്തി വെക്കേണ്ടത് ഏറ്റവും ഉത്തമമാണ്. വെറുതെ വിളക്ക് കൊളുത്തി വെക്കുകയല്ല, ഒന്നുകിൽ നിങ്ങൾ ധ്യാനിക്കണം, അല്ലെങ്കിൽ നാമം ജപിക്കണം. ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിൽ ചെയ്തേ പറ്റൂ. നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തില് ധ്യാനമാണ് രീതി. ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ ഭാരതത്തിലെ ഋഷി മുനിമാരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ഭക്തിയുടെ ആദ്യത്തെ സ്റ്റേജ് നാമജപാണ്. ഫസ്റ്റ് സ്റ്റേജ് ഉറക്ക നാമം ജപിക്കും. സെക്കൻഡ് സ്റ്റേജ് നോക്കിയാൽ ഉറക്ക നാമം ജപിക്കുന്നത് മാറ്റിയിട്ട് പതുക്കെ മന്ത്രം ജപിക്കും പോലെയോ മന്ത്രിക്കും പോലെ അവർക്ക് കേൾക്കാം, അവരുടെ ചെവിക്ക് കേൾക്കാം, പുറത്താർക്കും കേൾക്കില്ല. കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ പിന്നെ ഫുൾ സൈലൻസ് ആണ്. ഈവൻ അവരിയ്ക്കുന്ന ശരീരം ഇളകാതെ പുറ്റുപോലും മൂടുമായിരുന്നു. അത്രയും തീവ്ര സാധന ചെയ്യുമ്പോഴാണ് ദേവീ ദേവന്മാർ അവരുടെ മുന്നിൽ പ്രത്യക്ഷമാവുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങൾ കഥ? കേട്ടിട്ടുണ്ടോ ഇല്ലേ? നമ്മുടെ സനാതന സംസ്കാരത്തിലെ ഹയസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. എല്ലാവരെ കൊണ്ടൊന്നും മെഡിറ്റേഷൻ പറ്റിക്കൊള്ളുന്നില്ല. ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് പറ്റുമോ എന്ന്. നമ്മുടെ ഈശ്വര വിശ്വവിദ്യാലയത്തിൽ നമ്മൾ സന്ധ്യാസമയത്ത് മെഡിറ്റേഷനാണ് ചെയ്യാറ്. പരമാത്മാവിനെ ആവാഹിക്കും, ഊർജം നമ്മളിലേക്കും നമ്മളിലൂടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവാത്മാക്കൾക്കും പഞ്ചതത്വങ്ങൾക്കും എല്ലാം പ്രദാനം ചെയ്യുന്ന അതിവിശിഷ്ടമായ ഗീതയിലെ 9-ാം അധ്യായത്തിൽ പറയുന്ന രാജയോഗ രാജഗുഹ്യ വിദ്യായോഗം. ഇതാണ് ഈശ്വര വിശ്വവിദ്യാലയം പഠിപ്പിക്കുന്ന മെഡിറ്റേഷൻ. പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് പഠിക്കൂ. അതല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയമെങ്കിലും വിളക്ക് കൊളുത്തിയിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് നാമം ജപിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ പകർന്നു കൊടുക്കണം. എത്ര പേരുണ്ട് സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നവരൊന്ന് കൈ ഉയർത്തി ഞാൻ കാണട്ടെ.
കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ കൂടി ഒന്നുകിൽ ധ്യാനിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ നാമം ജപിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഈ സംസ്കാരം പകർന്നു കൊടുത്തേ പറ്റൂ. അതിന് വേറെ സ്കൂളൊന്നും വേണ്ട. നമ്മുടെ വീടുകളാണ് ഇതിന് ഏറ്റവും പറ്റിയ ഉത്തമമായിരിക്കുന്ന മാതൃക. നമ്മുടെ മക്കൾക്ക് ശക്തി കൊടുക്കണമെങ്കിൽ, കോൺസെൻട്രേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000ങ്ങളും 10,000ങ്ങളും കൊടുത്ത് കോൺസെൻട്രേഷൻ ട്രെയിനിങ്ങിനൊന്നും പറഞ്ഞേക്കേണ്ട. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോയാൽ സിസ്റ്റർമാർ ഫ്രീ ഓഫ് കോസ്റ്റ് രാജയോഗ മെഡിറ്റേഷൻ പഠിപ്പിക്കും. ഈ രാജയോഗ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഞാൻ ഇതൊരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കാരണം, ഗീതയിൽ രാജയോഗത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താണ് രാജയോഗം എന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരണമെന്ന് ആഗ്രഹിക്കുക. ശരിക്കും യോഗ എന്നതായിരിക്കുന്ന ശബ്ദം സംസ്കൃത ശബ്ദമായിരിക്കുന്ന യുജി എന്ന ധാതുവിൽ നിന്നാണ് വരുന്നത്. യോഗ എന്ന് വെച്ചാൽ അർത്ഥം കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെയും ഒരു ബന്ധമാണ്, ഈശ്വരനുമായിട്ടുള്ള ബന്ധം. പക്ഷെ അത് രാജയോഗമാണ്. മീൻസ് സാധാരണ വ്യക്തിയായിട്ടല്ല, സ്വയം സർവശക്തനായ ഭഗവാനുമായി കൊണ്ട് ബന്ധപ്പെടാനുള്ള രീതി. അതുകൊണ്ടായിരിക്കണം അതിന് ഭഗവാൻ രാജയോഗം എന്ന് പേര് കൊടുത്തത്. മറ്റൊന്ന്, യോഗങ്ങളുടെ രാജാവാണ്. ലോകത്ത് പലവിധ യോഗങ്ങളുണ്ട് കേട്ടോ. കർമ്മയോഗ, സമത്വയോഗ, ബുദ്ധിയോഗ, അങ്ങനെ ഒരുപാട് യോഗങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് കർമ്മയോഗ, സമത്വയോഗ, ബുദ്ധിയോഗ, അത്തരത്തിൽ പലവിധ യോഗങ്ങളുണ്ട്. ഈ യോഗങ്ങളൊക്കെ തന്നെ അതിൻ്റെ സാരാംശത്തെ പകർന്നെടുത്തുകൊണ്ടാണ് പരമാത്മാവ് നമുക്ക് രാജയോഗം പഠിപ്പിച്ചു തരുന്നത്. ആ രാജയോഗത്തിൻ്റെ മെത്തേഡാണ് യോഗ. ഈശ്വരനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് ഈശ്വരീയ വിശ്വവിദ്യാലയം വന്നാൽ പഠിപ്പിക്കും നിങ്ങളെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുക, എനിവേ വിട്ടേക്കൂ. അറ്റ്ലീസ്റ്റ് 7 days നിങ്ങൾ വന്ന് പഠിച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്ത് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്ക് കൊണ്ടുവരാം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തതേ, നമ്മുടെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ, മരിച്ച വീട്ടിൽ പോയാൽ കുളിച്ചു വന്നിട്ട് വീട്ടിൽ കയറുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് കയ്യുയർത്തി ഞാൻ കാണട്ടെ. നന്നായിട്ട് കയ്യുയർത്തി. ഇങ്ങനെയല്ല, എനിക്ക് കാണാനായിട്ടുണ്ട്. എല്ലാവരും കാണണല്ലേ? നല്ല കാര്യമാണ് കേട്ടോ. ഇത് കുറേ കുട്ടികളൊക്കെ എന്താ ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട്. ഒഴിവാക്കരുതേ, ഇത് പക്കാ നല്ല കാര്യമാണ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരത്തിലെ കീടാണുക്കളൊക്കെ പുറത്ത് വരുമല്ലോ, അല്ലേ? അന്തരീക്ഷത്തിൽ മുഴുവൻ അതായിരിക്കില്ലേ? ആ സമയത്താണ് അവർ ഏതെങ്കിലുമൊക്കെ ഒരു ശരീരത്തെ കിട്ടുമോ നോക്കാൻ നടക്കുമ്പോഴാണ് നമ്മൾ ഫുൾ കൂട്ടമായിട്ട് അവിടെ പോയിട്ട് അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ കീടാണുക്കളൊക്കെ പതിയെ യാത്ര ചെയ്ത് നിങ്ങളുടെ മേലൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും, സംശയമില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ വന്നാൽ വസ്ത്രമൊക്കെ മാറ്റി സോപ്പ് തേച്ച് ശുദ്ധമായിട്ട് കുളിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളൊന്ന് കുളിക്കേണ്ടത്? മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയിൽ നിന്ന് കീടാണുക്കൾ പുറത്തു വരുന്നത് കൊണ്ട്. ശരിയല്ലേ? ആണോ? അല്ലേ? ആണെങ്കിൽ ഒന്ന് തലയാട്ടിയേ, അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മനുഷ്യൻ മരിച്ചാൽ അതിനിവിടെ എന്താ പേര് വിളിക്കുക? ഡെഡ് ബോഡി. മാൻ ചത്ത എന്ന് വിളിക്കണ്ടേ? മാൻ ചത്ത എന്താ വിളിക്കണ്ടേ? മിണ്ടണില്ല, കേൾക്കുന്നില്ല. എന്താ വിളിക്കണ്ടേ? അതിനെന്താ വിളിക്ക? മാൻ ചത്തു കിടക്കാന്ന് വിചാരിക്കൂ, അതിനെന്താ നമ്മൾ പേര് വിളിക്കുക? ശവം. കോഴി ചത്ത എന്താ വിളിക്കണ്ടേ? എന്താ വിളിക്കണ്ടേ? മീൻ ചത്ത എന്താ വിളിക്കണ്ടേ? ശരിയാണോ? അല്ലേ? ഒരു ഡെഡ് ബോഡി തൊട്ടതിന്റെ പേരിൽ വീട്ടിൽ വന്ന് കുളിച്ച് ശുദ്ധമായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വേറൊരു ശരിയല്ലേ? ശരിയാണോ? അല്ലേ? അത് നമ്മുടെ സനാതന ധർമ്മം പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ധർമ്മം നമ്മളെടുത്ത് ശുദ്ധ ആഹാരം പഠിപ്പിക്കുന്നേ. അതുകൊണ്ടല്ലേ മണ്ഡലമാസ സമയത്ത് നമ്മൾ വ്രതം എടുക്കാറില്ലേ? ഇല്ലേ? 41 ദിവസം വ്രത ശുദ്ധി, ബാക്കി ദിവസമൊക്കെ അശുദ്ധി. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ചുടലയിലേക്ക് ലക്ഷ്മി ദേവി താമസിക്കാൻ വരില്ലല്ലോ, അല്ലേ? ശവം കത്തിക്കുന്ന സ്ഥലത്തിന് എന്താ പേര് വിളിക്കണ്ടേ? അടുക്കളയിൽ കരിച്ച എന്താ പേര് വിളിക്കണ്ടേ? ശരിയല്ലേ? അല്ലേ? ചിന്തിച്ചു നോക്കിയേ. ശവം മറവ് ചെയ്ത ശ്മശാനം, ഇവിടെ മറവ് ചെയ്താൽ മൊബൈൽ ശ്മശാനം, അല്ലേ? അതുകൊണ്ട് ശുദ്ധി വേണം. ലക്ഷ്മി ദേവി വീട്ടിലേക്ക് വരണോ, ധനത്തിനെ ആവാഹിക്കണോ,
വീട്ടിൽ ശുദ്ധി അത്യാവശ്യമാണ്. നിങ്ങളുടെ ചോയ്സാണ്. ലക്ഷ്മി വരണോ അതോ ചുടല ഭദ്രകാളി ഇരിക്കണോന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭാര്യയും ഭർത്താവും പിരിയുന്ന കാലം. പണ്ടൊക്കെ ആണെങ്കിൽ ഭർത്താക്കന്മാരെന്തെങ്കിലും പറഞ്ഞ ഭാര്യമാര് സഹിക്കാൻ തയ്യാറാവും. ഇപ്പൊ ഹം കിസി സെ കം നഹി. അത് കാരണം കൊണ്ട് ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾ പറയും ഇവിടെ ചുടലഭദ്രനും ചുടലഭദ്രകാളിയും റെഡിയാവും, രണ്ടുപേരും വാളെടുത്തുള്ളൂ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി, കഴിഞ്ഞു. ഇതുകൊണ്ടാ ലക്ഷ്മി ദേവി വസിക്കുന്നുവെങ്കിൽ, വിഷ്ണു വസിക്കുന്നുവെങ്കിൽ അവിടെ സുഖവും ശാന്തിയും സമൃദ്ധിയും ഉണ്ടാവും. നമ്മുടെ മക്കൾ കൃഷ്ണനെ പോലെ രാധയെ പോലെ ശ്രേഷ്ഠമായ മക്കളായി തീരും. സംസ്കാരത്തെ പകർന്നു കൊടുക്കേണ്ടത് മറ്റാരുമല്ല, നമ്മളാണ്. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വെജിറ്റേറിയൻ കഴിച്ചാൽ മെലിഞ്ഞു പോവും, ക്ഷീണിച്ചു പോവും? ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ? പറയും ഡോക്ടർമാർ. പേടിക്കണ്ട, എന്നെ നോക്കിയാൽ മതി. കണ്ടോ, ഞാൻ മെലിഞ്ഞിട്ടോ അടിച്ചിട്ടോ ഈ ലൈഫിൽ ഇന്ന് വരെ ആ സാധനം കഴിച്ചില്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇനി നോൺവെജ് കഴിച്ചില്ലെങ്കിൽ ഞാൻ മെലിഞ്ഞു പോവോ, ആരോഗ്യം കുറഞ്ഞു പോവോ, ബുദ്ധി പ്രവർത്തിക്കാണ്ടിരിക്കോ, ഡോണ്ട് വറി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രോഗം കുറച്ച് കുറഞ്ഞു കിട്ടുകയുള്ളൂ, നിങ്ങളുടെ പ്രായം കുറച്ച് കുറഞ്ഞേ കാണുള്ളൂ. ഒക്കെ നല്ലതാണ്. ശക്തി ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും. വേറൊരു കാര്യം നോക്കിക്കോ, നോൺവെജ് കഴിക്കാത്ത ബ്രാഹ്മണന്മാർ അധികവും ഈ സയന്റിസ്റ്റുകളുടെ ലോകമുണ്ടല്ലോ, ഏത് കണ്ടുപിടുത്തത്തിന് ടോപ്പിൽ നോക്കിയാൽ നോൺവെജ് കഴിക്കാത്ത ബ്രാഹ്മണന്മാരാ കൂടുതൽ. അപ്പൊ ആർക്കാ ബുദ്ധി കൂടുതൽ? കഴിക്കാതിരുന്നാലാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, കൊടുത്തത് മനുഷ്യന് മിണ്ടുന്നില്ല കേട്ടോ. കൊടുത്തത് മനുഷ്യന് കിട്ടും, അങ്ങനെയല്ലേ പറയാ? ഉപ്പ് തിന്നവൻ സംശയമില്ല. നിങ്ങൾക്കൊരു പ്രാണീനെ വേദനിപ്പിക്കാതെ കൊല്ലാൻ പറ്റുമോ? സാധിക്കുമോ? ഇല്ല. വേദന കൊടുത്തുവെങ്കിൽ വേദന. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചേ, ഇതുപോലെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോ, സിസ്റ്ററെ കൊന്ന പാപം തിന്നാ തീർന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. ശരിയല്ലേ? കൊന്ന പാപം തിന്ന് തീർക്കണ്ടേ? ഇങ്ങനെ തിന്നിട്ടല്ല, അനുഭവിച്ച് തീർക്കണം കേട്ടോ. അതാണ് കൊന്ന പാപം തിന്നാ തീരാന്ന് പറയുന്നത്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സുഖം വേണോ, ശാന്തി വേണോ, ആനന്ദം വേണോ, കർമ്മത്തെ ശുദ്ധീകരിച്ചേ തീരൂ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടന്റെ നിയമം പറഞ്ഞത് അങ്ങനെയാണ്. കർമ്മസിദ്ധാന്തം നമ്മളെ പഠിപ്പിച്ചത് കൊടുത്തത് മനുഷ്യന് കിട്ടുന്നതാണ്. കാരണന്മാര് പറഞ്ഞു തന്നു, ഉപ്പ് തിന്നവൻ വെള്ളവും കുടിക്കുമെന്ന് പറഞ്ഞു. എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ, ചെയ്തത് എന്തോ അത് തിരിച്ചു വരും, അതാർക്കും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാര്, നമുക്കൊരിക്കലും മീനിന്റെ കൂടെ നീന്തി പോയിട്ട് മീനിനെ പിടിക്കാൻ പറ്റില്ല. വല നെയ്ത് ബുദ്ധി ഉപയോഗിച്ച് വലയിൽ കുരുക്കി മീനിനെ പിടിച്ചിട്ട് ജീവിതത്തിലെ സാഹചര്യങ്ങളാകുന്ന വലയിൽ കുരുങ്ങി പെടയ്ക്കുകയാണ്. എങ്ങനെയാ രക്ഷപ്പെടേണ്ടതെന്ന് അറിയാതെ. ശരിയോ തെറ്റോ? അഥവാ മൃഗങ്ങൾക്കൊരു കോടതി ഉണ്ടായിരുന്നെങ്കിൽ, വിശ്വാസവഞ്ചനയുടെ പേരിൽ മനുഷ്യന്മാരെ നിർത്തി ക്രൂശിച്ചെന്നെ കോഴി പാവം മുട്ടയിട്ട് വെച്ചിട്ടേ കോക്കോ എന്ന് പറഞ്ഞ് ഓടിപ്പോണത്. നിങ്ങൾക്ക് വിളിച്ച് പുഴുങ്ങാനൊന്നുമല്ല, ഞാൻ മുട്ടയിട്ടിട്ടുണ്ടേ എടുത്ത് വെക്കണേന്ന് പറയുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അരിമണി ഇട്ട് കൊടുക്കും, ബബ്ബ ബബ്ബ എന്ന് പറഞ്ഞ് വിളിക്കും, കഴിച്ചോ. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം കൂട്ടിൽ കയറ്റി സേഫാണ് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഫുഡ് കൊടുത്ത് കൂട്ടിൽ കയറ്റി ഞാൻ നിന്റെ സേവിയറാന്ന് പ്രഖ്യാപിച്ചിട്ട് വിശ്വാസം നേടിയെടുത്തിട്ട് ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോൾ അരിമണി ഇട്ടി കൊടുത്ത് വിളിച്ചു വെച്ച് ടാങ്. ഒരു കാര്യം മറക്കണ്ട നിങ്ങൾ, ഈ സൃഷ്ടിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അച്ഛൻ സ്വയം പരമാത്മാവാണ്. നമ്മൾ മനുഷ്യന്മാർ ഈശ്വരനെ പ്രാർത്ഥിക്കും പോലെ 2:45, 3:45, 4:45 സമയം ഉണ്ടെങ്കിൽ ഉണർന്ന് നോക്ക് നിങ്ങൾ. കിളികൾ അവരുടെ ഭാഷയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് കാണാം. അവര് നിങ്ങളുടെ മോനെ കൊന്ന് കറി വെച്ച് തിന്ന ആളോട് ക്ഷമിക്കുമോ? നിങ്ങൾ ക്ഷമിക്കുമോ? ആരെങ്കിലും ക്ഷമിക്കുമോ ഈ കൂട്ടത്തില്? ഈശ്വരന്റെ മക്കളെ കൊന്ന് കറി വെച്ച് തിന്ന ഈശ്വരൻ ക്ഷമിക്കുമോ? ഇല്ല. ശുദ്ധാഹാരം. ജീവിതത്തില് ശ്രേഷ്ഠത വേണോ, ജീവിതത്തിൽ സമ്പന്നത വേണോ, ജീവിതത്തിൽ സന്തോഷം വേണോ, ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, ശുദ്ധാഹാരം അനിവാര്യമാണ്. അപ്പൊ എന്നോടൊരു കുട്ടി ചോദിക്കുകയാണ്, രാമായണത്തില് മാംസം ഉണക്കാൻ വേണ്ടി ഇട്ടിട്ട് രാമൻ സീതയുടെ മടിയിൽ തലവെച്ചിരിക്കുമ്പോ ആ സമയത്ത് കാക്കയുടെ രൂപത്തിൽ ഇന്ദ്രന്റെ മോൻ കൊത്താൻ വന്നു എന്നും രാമൻ ഒരു പുല്ലെടുത്തെറിഞ്ഞിട്ട് കണ്ണുപോയി അങ്ങനെ ഒറ്റക്കണ്ണൻ കാക്കയുണ്ടായി എന്നൊക്കെ കഥ പറയുന്നുണ്ടല്ലോ. രാമൻ തിന്നിട്ടുണ്ടല്ലോ മാംസം. അതേതോ മാംസ കൊതിയൻ എഴുതിയുണ്ടാക്കിയ കഥയാണ്, നോ ഡൗട്ട്.
സത്യമായിട്ട് പറയാ, രാമൻ സത്യസന്ധനാണ്. അച്ഛന്റെ സത്യം പരിപാലിക്കാൻ വേണ്ടി കാട്ടിൽ പോയവനാണ്. പ്രതിജ്ഞ, ഫലമൂലാദികൾ ഭക്ഷിച്ചുകൊണ്ട് മരപൊരി ധരിച്ചുകൊണ്ട് കാട്ടിൽ ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു പോയ ആളാണ് രാമൻ. ആ രാമൻ മാനിനെ പിടിച്ച് തിന്നാൻ പോകുന്നുണ്ടോ? മനസ്സിലായോ? തെറ്റല്ലേ ആ പറയുന്നത്? നാവിൻ്റെ 2.5 ഇഞ്ച് മാത്രം വരെ നീളമുള്ള എല്ലില്ലാത്തൊരു കഷ്ണം മാംസത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് അതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരം, സനാതന സംസ്കാരം ശുദ്ധിയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ സംസ്കാരം ശ്രേഷ്ഠമായ ജീവിതമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സംസ്കാരത്തെ പകർന്നു കൊടുത്താൽ നമ്മുടെ കുട്ടികൾ അവിടെ ഇവിടെയും പോയിട്ട് ഓരോരോ സാധനങ്ങളും കഴിച്ചിട്ട് ആരുടെയോ തല്ലുകൊള്ളുന്നത് നമുക്ക് കാണേണ്ട ഗതികേട് വരില്ല. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളോട് എനിക്കുള്ള റിക്വസ്റ്റാണ്, നമ്മുടെ മക്കൾ കുഞ്ഞു മക്കളായിരിക്കുന്ന സമയം തൊട്ട് നമ്മുടെ സംസ്കാരത്തെ പകർന്നു കൊടുക്കൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ പഠിപ്പിക്കൂ, സെൻറ്ററിൽ വരൂ, അവരുടെ ശ്രേഷ്ഠമായ ദേവതയാവാനുള്ള ജീവിതം പഠിപ്പിക്കൂ. അറ്റ്ലീസ്റ്റ് അത് നിങ്ങൾക്കായില്ലെങ്കിൽ നമ്മുടെ സംസ്കാരമെങ്കിലും പകർന്നു കൊടുത്തേ പറ്റൂ. ആർഷഭാരത സംസ്കാരം. ഒരൊറ്റൊരമ്മ തൻ്റെ മക്കളെ പുരാണങ്ങൾ പഠിപ്പിച്ചു വളർത്തിയെടുത്തിട്ടാണ് ശിവജി മഹാരാജൻ ഉണ്ടായത്. ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ ശക്തിയാണ് യശോദ മയ്യയുടെ കണ്ണനെ ഇന്നും നമ്മൾ ഓർമ്മിക്കുന്നത്. ഒരമ്മയുടെ ശക്തിയാണ് റാണാ പ്രതാപിനെ റാണാ പ്രതാപാക്കുന്നത്. നമ്മൾ അമ്മമാരുടെ ശക്തി ശ്രേഷ്ഠമാക്കാമെങ്കിൽ, അച്ഛന്മാര് മക്കൾക്ക് മാതൃകയാകാമെങ്കിൽ നമ്മുടെ മക്കളെ ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഒരാൾക്കും വേണ്ടാത്ത വഴിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവരുള്ളിൽ നിന്ന് സംസ്കാരം പകർന്നു കൊടുക്കണം. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിച്ചു കൊടുത്ത കാര്യം, ഇത് ഞാൻ പഠിച്ചെടുത്തതാണോ അതോ സ്വയമേവ സത്യമോ എന്ന് തിരിച്ചറിയാൻ പോലും അവനാവില്ല. അത് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പീരീഡ് അങ്ങനെയാണ്. അതുകൊണ്ട് മക്കൾക്ക് എന്തൊക്കെ പകർന്നു കൊടുക്കണോ, ഒരു 11 വയസ്സിന് മുന്നേ 3 വയസ്സ് മുതൽ അവൻ്റെ കുഞ്ഞുനാളിൽ ഓർമ്മ വെക്കുമ്പോൾ മുതൽ അവന് ശ്രേഷ്ഠ സംസ്കാരത്തിൻ്റെ കഞ്ഞി കൊടുക്കൂ. ബിഗ് ബോസ് ഇട്ട് അച്ഛനും അമ്മയും ആഹാരം കഴിച്ചിട്ട് കുട്ടിയുടെ അടുത്ത് ബിഗ് ബോസിൻ്റെ കമൻ്റ് എഴുതാൻ പറഞ്ഞില്ല. ബിഗ് ബോസ് എന്ന് വെച്ചാൽ അതിനോട് എതിർപ്പൊന്നുമല്ല ഞാൻ കേട്ടോ, ഒരു പ്രോഗ്രാമിൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോ TV പ്രോഗ്രാം കണ്ടുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് അത്തരം സംസ്കാരത്തിനെയാണ് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും ഈശ്വരൻ്റെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട്, ഈശ്വരനെ സ്നേഹിച്ചുകൊണ്ട് ഉണ്ടാക്കാനും കഴിക്കാനും പഠിപ്പിക്കണം. നിങ്ങൾക്കൊരു നാമം അറിയില്ല എന്ന് വിചാരിക്കും, ഒരു മന്ത്രം അറിയില്ല, പോട്ടെ. ആഹാരം ഉണ്ടാക്കുമ്പോൾ ആ മന്ത്രം ഈ മന്ത്രം പലരും പറയുന്നുണ്ട്. ഒരു മന്ത്രം അറിയണ്ട, ഒറ്റ കാര്യം മാത്രം മതി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവത ആരാണെങ്കിൽ അവരും പ്രകാശാണല്ലോ, ആ പ്രകാശം തലയുടെ മേലെ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് ആ പ്രകാശം നിങ്ങളിലൂടെ, നിങ്ങളുടെ കൈകളിലൂടെ ആഹാരത്തിൽ നിറയുന്നത് കണ്ടുകൊണ്ട് ഇളക്കി ആഹാരം ഉണ്ടാക്കൂ. ആഹാരം കഴിക്കുന്ന ഡൈനിങ് ഹാളിൽ TV സ്വിച്ച് ഓഫ് ആയിരിക്കണം. ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ മൊബൈൽ നോക്കിയിട്ട് അല്ലേ, ഇപ്പം അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അച്ഛൻ്റെ മൊബൈൽ അച്ഛൻ, അമ്മയുടെ മൊബൈൽ അമ്മ, കുട്ടിക്ക് ആഹാരം കൊടുത്താൽ കുട്ടിക്ക് മൊബൈൽ കിട്ടിയേ പറ്റൂ. ഈ മൊബൈൽ എന്നൊരു സാധനം ബന്ധങ്ങളെ കൂട്ടാനുണ്ടാക്കിയതാണെങ്കിലും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ മാറ്റുക. ചെയ്യണ ഒറ്റ കാര്യം, നമ്മൾ ഭഗവാന്റെ ഓർമ്മയിൽ ആഹാരം ഉണ്ടാക്കി ഈശ്വരന് കൊടുക്കാനുള്ളത് ഈശ്വരന് കൊടുത്ത് കഴിക്കണം. ഇല്ലെങ്കിൽ തന്നവന് കൊടുക്കാതെ കഴിക്കുന്നത് കളവ് എന്ന് ഗീതയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കുചേലൻ. അറിയോ നിങ്ങൾക്ക് കുചേലനെ? കുചേലനെ പരിചയമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്ത് കാണട്ടെ. എല്ലാവർക്കും അറിയാം ഭക്ത കുചേലൻ അല്ലേ. പാവം പട്ടിണിയായി ഒരു പിടി അവല് കൊണ്ട് കൃഷ്ണന് കൊടുത്തു, അവല് കഴിച്ചു കൊട്ടാരം കിട്ടി. ഇത്രയല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ? അതിനൊരു 1-ാം ഭാഗമുണ്ട്. ഇത് 2-ാം ഭാഗമാണ് കഥയുടെ. 1-ാം ഭാഗം എന്താണെന്നറിയോ? കൃഷ്ണനും സുദാമയും രണ്ടുപേരും സതീർത്ഥ്യരാണ്, ഒന്നിച്ച് പഠിക്കുന്ന സഹപാഠികൾ. ഗുരു മാതാവ് ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ വിറക് മുറിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയപ്പോൾ കൃഷ്ണന്റെ വസ്ത്രം കീറിയതായിരുന്നു. അതുകൊണ്ട് കുചേലന്റെ വസ്ത്രത്തിലാണ് രണ്ടുപേർക്കുള്ള ആഹാരപ്പൊതി, അവിൽപ്പൊതി കെട്ടിക്കൊടുത്തത്. പോയി വിറക് വെട്ടാൻ തുടങ്ങിയപ്പോൾ മഴ പെയ്തു. ഒരു പുലി വന്നു, പേടിച്ച് വിറച്ച് രണ്ടാളും മരത്തിന്റെ മേലെ കയറി. കൃഷ്ണൻ കുറച്ച് മേലെ കയറിപ്പോയി, കുചേലൻ കുറച്ച് താഴെയായിട്ട് ഇരിക്കുകയായിരുന്നു. വിശന്നിട്ടും വയ്യ, തണുത്ത് വിറയ്ക്കുകയാണ്. കുചേലൻ ആദ്യം സ്വന്തം അവിൽപ്പൊതി കഴിച്ചു. അപ്പൊ വിചാരിക്കുകയാണ്, എൻ്റെ വിയർപ്പും ഈ വെള്ളവും ഇതൊക്കെ ആയ സാധനം ഈ കൃഷ്ണൻ കഴിക്കാൻ പോകുന്നില്ല, എന്നാ ഞാൻ അതും കൂടി കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അതും കൂടി അങ്ങ് കഴിച്ചു.
കുറച്ചു നേരം കഴിഞ്ഞു. താഴത്തുനിന്നുള്ളതായിട്ടുള്ള ചവയ്ക്കുന്ന ശബ്ദം നിൽക്കും വരെ കൃഷ്ണൻ മിണ്ടാണ്ട് നിന്നിട്ടോ മുകളിൽ. അത് കഴിഞ്ഞപ്പോൾ വിളിച്ചു ചോദിക്കുക, കുചേല, ആ ഗുരുമാത തന്ന അവിൽപ്പൊതി ഒന്ന് എനിക്ക് തരുമോ? വിശന്നിട്ട് വയ്യാന്ന്. എന്താ പറയുക? കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ കഴിച്ചത്. അപ്പൊ കുചേല ഒരു ചെറിയ കളവ്, നമ്മളും പറയുമല്ലോ യുക്തി, വിഷമിക്കില്ലേ എന്ന് കരുതിയിട്ടേ കളവ് പറഞ്ഞു. അത് മരത്തിന്റെ മുകളിൽ കയറിയപ്പോൾ കൊളുത്തി വരിച്ചെല്ലാം കീറിപ്പോയി കണ്ണാന്ന്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ അവിൽപ്പൊതിയുടെ കണക്കാണ് അവസാനം അവിൽപ്പൊതി കൊടുക്കും വരെ പട്ടിണിക്കിരിക്കേണ്ടി വന്നത്. ഇതെന്തിനാ ഇപ്പം സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞതെന്നായിരിക്കും. നിങ്ങളോടും എനിക്ക് അതാ പറയാനുള്ളത്. പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം എന്ന 2 വാക്കുകളുണ്ട് വേദത്തിൽ. പിതൃയജ്ഞം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? നമ്മുടെ മാതാപിതാക്കളോട് കടപ്പാടുള്ളവരായിരിക്കണം, ഒരു സംശയവും ഇല്ല. ഒരു കാര്യം ഉറപ്പാണ്, അമ്മയുടെ പാലിൻ്റെ മാധുര്യവും അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടും മറക്കുന്ന മക്കള് ലോകത്ത് എവിടെ പോയാലും കുറച്ചൊക്കെ സന്തോഷിക്കുകയായിരിക്കും. അത് കഴിഞ്ഞാൽ നേരെ വിരുദ്ധമായിട്ടേ വരൂ. ഈ കേരളത്തിലെ ജനതയോട് പറയാനുള്ള ഒരു കാര്യം എനിക്ക് അതാണ്. ഇവിടെ ഇപ്പോൾ കൂണ് പോലെ പൊന്തുകയാണല്ലോ വൃദ്ധസദനങ്ങൾ. നമ്മളെ നോക്കി വളർത്തിയ മാതാപിതാക്കള് നമുക്ക് ഭാരമായി എങ്കിൽ നിങ്ങൾ ഭൂമിക്ക് ഭാരമാണ്, അതിൽ യാതൊരു സംശയവും. അപ്പം അതുകൊണ്ട് മാറിയേ പറ്റൂ, നമുക്ക് മാറ്റിയേ പറ്റൂ, ഒരു സംശയവും ഇല്ല അതിൽ. അപ്പം ഒരു കാര്യം, നിങ്ങളുടെ സ്വന്തം അച്ഛൻ്റെ പേരറിയുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. അച്ഛൻ്റെ പേരറിയുന്നവർ, അച്ഛൻ്റെ പേരറിയുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. നന്നായിട്ട് കൈ ഉയർത്തി കാണട്ടെ. അച്ഛൻ്റെ പേരറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. ആ താഴ്ത്തിക്കോളൂ. അച്ഛൻ്റെ പേരറിയുന്നവർ, അച്ഛൻ്റെ, അതും എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ പേരറിയുന്നവര്, അത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അച്ഛൻ്റെ പേരറിയുന്നവര്, അതാരുമില്ല. പോട്ടെ, കുഴപ്പമില്ല. അച്ഛൻ ഉണ്ടായിരുന്നു ഉറപ്പല്ലേ? അല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ ഉണ്ടായിരുന്നു ഉറപ്പല്ലേ? അവർക്കും അച്ഛനുണ്ടായില്ലേ? അങ്ങനെ ഈ സൃഷ്ടി അങ്ങ് പോട്ടെ. ആദി പിതാവായ പരമശിവൻ ഭഗവാനിൽ എത്തിച്ചേരുകയാണ്. പരബ്രഹ്മമായിരിക്കുന്ന ശിവൻ ഈ സൃഷ്ടിയുടെ രചനയുടെ രചയിതാവാണ്. നമ്മളൊരു ഗൃഹസ്ഥിക്ക് ജീവിക്കാൻ ഒരു നിയമത്തിൽ ഒന്നാണ്, നമുക്ക് സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ആദി പിതാവിനുള്ളതാണ്. അത് ദാനം ചെയ്യുന്നതിൻ്റെ പേരാണ് ബ്രഹ്മയജ്ഞം. ലോങ് ടേം ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൊട്ടുസൂചി പോലും അങ്ങോട്ട് കടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈശ്വരീയ കാര്യത്തിന് ഉപയോഗിക്കുന്ന ഓരോ പെനിയും പല മടങ്ങുകളായിട്ട് നിങ്ങളുടെ കൂടെ വരും. അപ്പോൾ ചിലർ പറയും, സിസ്റ്ററെ ആകെ മാസം കിട്ടുന്നത് 5000, 10,000, 2 അറ്റം മുട്ടണില്ല, പിന്നെ എങ്ങനെയാ ദാനം കൊടുക്കുക? ഒരു കാര്യം ഉറപ്പിച്ചോ നിങ്ങൾ, 10,000 രൂപ എനിക്കുണ്ടെങ്കിൽ, ഞാൻ 10,000 ഒരു എമൗണ്ടാണ് പറഞ്ഞത്, 5000 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ളതിൽ ഒരു 500 രൂപ എടുത്ത് ഈശ്വരീയ കാര്യത്തിന് മാറ്റി വെച്ചിട്ട് ബാക്കി പൈസ കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ, നമ്മൾ പൊലിമ എന്നൊക്കെ പറയില്ലേ അല്ലേ, ഈ 9,500 രൂപയ്ക്ക് പകരം 10,500 രൂപയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതോട് നടന്നു കിട്ടും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇല്ലാത്തപ്പോൾ കൊടുക്കാൻ മനസ്സ് കാണിക്കണം. കുചേലൻ അവിൽപ്പൊതി കൊടുത്ത പോലെ എൻ്റെ അടുത്ത് 100 രൂപയേ ഉള്ളൂ, സാരമില്ല, 1 രൂപ നിങ്ങൾ ഭണ്ഡാരത്തിൽ ഇട്ടോളൂ. ആ 1 രൂപ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈശ്വരനെ പാർട്ട്ണറാക്കി മുന്നോട്ട് പോകാൻ തുടങ്ങിയ ഈ 100 അടുത്ത മാസം നോക്കിയാൽ 150 ആവും, 250 ആവും. പക്ഷെ ഒരു കാര്യം മാത്രം, 100 രൂപയുള്ളപ്പോൾ 1 രൂപ ഇടാൻ ഓക്കെ ആവും. ഒരു മാസം 10 ലക്ഷം വരുമാനമാകുമ്പോൾ അപ്പം നിങ്ങൾ എത്ര കൊടുക്കണം? 1 ലക്ഷം. അപ്പൊ ചിന്തിക്കരുത് 1 ലക്ഷം രൂപയൊക്കെ ദേവിക്ക് വേണോന്ന്, കേട്ടോ, മനസ്സ് മാറ്റരുത്. ആ ശതമാനം അപ്പോഴും കൊടുത്താൽ ഇനിയും കൂടും, കുറച്ചാൽ നമുക്കും കുറയും. അത് നിസ്സംശയം. അത് ഈ പ്രകൃതിയുടെ നിയമമാണ്, തന്നവന് കൊടുത്തേ പറ്റൂ. പിന്നെ ഒന്ന്, പിതൃയജ്ഞം നമ്മുടെ മാതാപിതാക്കൾ നോക്കേണ്ടത്. ദേവയജ്ഞം നമുക്ക് ഈ പ്രകൃതി തന്നതേ, വായു, വെള്ളം, ഇതൊന്നും ഒരു പൈസ ഇല്ലാണ്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പൈസയൊക്കെ എടുത്ത് പൈപ്പിലൂടെ കയറ്റി വിട്ടിട്ട്, വെള്ളം എടുത്ത് പൈപ്പിലൂടെ കയറ്റി വിട്ട് വീട്ടിലെത്തിക്കുമ്പോൾ അവർ പൈസ വാങ്ങണ്ടായിരിക്കും. നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ എത്ര പൈസ കൊടുക്കണം? നദിയിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ എത്ര പൈസ കൊടുക്കണം? വേണ്ട. ഈ പ്രകൃതി നമുക്ക് തന്ന എല്ലാ നിധിയും ഇത് കുറച്ചും കൂടെ നന്നാക്കി കൊടുക്കണം. നമ്മൾ പറ്റുമെങ്കിൽ ഒരു ചെടിയെങ്കിലും നട്ടു വളർത്തിയിട്ട് ജീവിക്കണം, മരം മുറിക്കാനല്ല കനിയേണ്ടത്. ആ രീതിയിൽ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ ദേവയജ്ഞായി.
അങ്ങനെ ഭൂതയജ്ഞവും ദേവയജ്ഞവും നടത്തി ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു ഭാഗം നമുക്ക് തിന്നു തീർക്കാം, ഒരു സംശയവും. ഒരു ഭാഗം നമുക്ക് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്. അതെന്താ? അത് നമ്മുടെ മക്കളെ വളർത്തുന്നത്. വളർന്നു വന്ന് നമുക്ക് നാളെ കിട്ടാനുള്ളതല്ലേ. ഒരു ഭാഗം കടം തീർത്തേ പറ്റൂ, പാരൻസിന് കൊടുത്തേ പറ്റൂ. ഒരു ഭാഗം ബ്രഹ്മയജ്ഞത്തിന് കൊടുത്തേ പറ്റൂ. എനിക്കൊരഭിപ്രായമുണ്ട്. ഞാൻ എല്ലാ അമ്പലങ്ങളിലും പറയാനുള്ള ഒരൊറ്റ കാര്യമുണ്ട്. നമ്മുടെ അമ്പലത്തിൽ, ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ഏതൊരു വ്യക്തിയും അവൻ്റെ ജീവിതത്തിൽ നിന്ന്, അവന് കിട്ടുന്ന മാസത്തിൽ നിന്ന് 1% സ്ഥിരമായിട്ട് അമ്പലത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ച പിരിവെടുക്കാതെ ഉത്സവം നടത്താം. ശരിയല്ലേ? ശരിയാണോ അല്ലേ? നിങ്ങൾ പറ, ശരിയാണോ അല്ലേ? സമ്മതിക്കുന്നൊന്ന് കൈ നീട്ടിയേ, ഉയർത്തിയേ. 10% ഞാൻ പറഞ്ഞില്ല, 1% മാറ്റാൻ പറ്റില്ലേ? നിങ്ങൾക്ക് എന്നും കൊണ്ടിടാൻ പറ്റില്ല. ഒരു ബോക്സ് വെച്ചോ വീട്ടില്, അതിലിട്ട് വെച്ചോ. ഡെയിലി ഇൻകമുള്ളവരാണോ 1% അതിൽ നിക്ഷേപിക്കുക. അത് മാസത്തിൽ ഒരിക്കൽ കൊണ്ട് അമ്പലത്തിൽ നിങ്ങൾ കൊടുക്കുക, ഈശ്വരന് വേണ്ടി ഉപയോഗിക്കുക. എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പതുക്കെ പതുക്കെ ഇല്ലാതെയാകും. ഈശ്വരീയ കാര്യത്തിന് ഉപയോഗിക്കാത്ത പൈസ ഈശ്വരൻ പിടിച്ചു വാങ്ങുകയും ചെയ്യും. അതെങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? ടാക്സ് അടപ്പിക്കുക നിങ്ങളെ കൊണ്ട്. ഈ ഗവൺമെന്റ് ടാക്സ് പറഞ്ഞാൽ നമുക്ക് ഇത്ര കുറച്ചെന്നൊക്കെ പിന്നെ കോടതി പോയി വാദിക്കാം. ഈശ്വരന്റെ കോടതിയിൽ ടാക്സ് വന്നു ഒരു രക്ഷയില്ല. ഈ സാരി വാങ്ങണമെങ്കിൽ ഞാനൊരു 500 രൂപയുടെ സാരി വാങ്ങാൻ പോകുമ്പോൾ വേണമെങ്കിൽ എനിക്ക് പറയാം 500 വേണ്ട കേട്ടോ, 200ന്റെ സാരി മതി എന്ന് ഷോപ്പുകാരനോട് പറയാം. ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എഴുതുകയാണ്, 1200 രൂപയുടെ ഇഞ്ചക്ഷൻ. ഡോക്ടറെ 200 രൂപയുടെ ഇഞ്ചക്ഷൻ മതിയോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഈശ്വരന്റെ കോടതിയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഈശ്വരന്റെ ഭാഗം ഈശ്വരന് കൊടുത്ത് തൻ്റെ ജീവിതത്തിന് ധർമ്മത്തിന്റെ ആധാരത്തിൽ ജീവിക്കാമെങ്കിൽ തീർച്ചയായിട്ടും എത്ര ഘോര കലിയുഗം ആയിക്കോട്ടെ അവിടെയും നമുക്ക് സുഖവും ശാന്തിയും സമൃദ്ധിയും കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഉത്തരവാദികൾ നമ്മളായിരിക്കണം. അടുത്ത വീട്ടിലല്ല തുടങ്ങേണ്ടത്. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു വളർത്തിയിട്ട് നാളെ അവർ വലുതായിട്ടല്ല ചെയ്യേണ്ടത്. ഇന്ന്, ഇപ്പോ, ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ സംസ്കാരത്തെ പകർന്നു കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ആർഷഭാരത സംസ്കാരം ശ്രേഷ്ഠമായ സംസ്കാരമാണ്. അവിടെ മൂല്യങ്ങൾക്ക് വിലയുള്ള സംസ്കാരമാണ്. അവിടെ ബന്ധങ്ങൾക്ക് മൂല്യമുള്ള സംസ്കാരമാണ്. ഈശ്വരനും പ്രകൃതിക്കും അതിൻ്റെ സ്ഥാനമുള്ള സംസ്കാരമാണ്. എല്ലാ തരത്തിൽപ്പെട്ട ആരാധനകൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉള്ള സംസ്കാരമാണ്. ആ സംസ്കാരത്തെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നാടെന്തോ ആയിക്കോട്ടെ, ഞാൻ ഒരാൾ നന്നായാൽ, ഒരു വിളക്ക് കൊളുത്തിയാൽ അതിൽ നിന്ന് 1000 വിളക്ക് നമുക്ക് കൊളുത്താം. നിങ്ങൾ ഓരോരുത്തരും വിളക്കുകളാവുന്നെങ്കിൽ നാളത്തെ നമ്മുടെ കോട്ടയം ദീപപ്രകാശം കൊണ്ട് ജ്വലിച്ച നാടായി തീരും. അങ്ങനെ ആയി തീരട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഇന്ന് എന്തായാലും പ്രകൃതി കനിഞ്ഞിരിക്കണു. മഴയൊക്കെ അങ്ങ് മാറ്റിയിട്ട് തോൽക്കില്ല നിങ്ങളെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മഴ മാറിപ്പോയി. അപ്പൊ കുറച്ച് സമയം നമുക്ക് ഈശ്വരനെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് അവസാനിപ്പിച്ചാലോ? റെഡിയാണോ എല്ലാവരും? ആണെങ്കിൽ ഒന്നിങ്ങനെ കൈവീശിയേ. എന്നാൽ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഞാൻ ആരാണ്? ആത്മ. ശരീരത്തിൽ എവിടെയാണുള്ളത്? ഈ തിലകം ചാർത്തുന്ന സ്ഥാനത്ത്. എങ്ങനെ കാണണം? ഒരു അതിസൂക്ഷ്മ പ്രകാശ നക്ഷത്രമായിട്ട്. അതുപോലെ തന്നെ സങ്കല്പം കൊണ്ട് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശ്വരൻ നമ്മൾ ഒരു സങ്കല്പത്തിന്റെ ദൂരേ ഉള്ളൂ. ഹൃദയത്തിൽ തട്ടിയിട്ട് എൻ്റെ ഈശ്വരാന്ന് വിളിച്ചാൽ അടുത്ത നിമിഷം ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തുകയായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക അറിയോ? എൻ്റെ അക്കാര്യം നടത്തണേ. അപ്പം നമ്മൾ ഇവിടെയും ഭഗവാൻ അവിടെയായി. നമ്മളെ സ്നേഹിക്കുന്ന ഈശ്വരൻ നമുക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു തരും. നിങ്ങൾ യാചിക്കണം എന്നില്ല, അധികാരത്തോടെ സമർപ്പിക്കാം. നമുക്ക് യാചന വേണ്ട. അതുകൊണ്ട് ഈശ്വരനെ സങ്കല്പത്തിൽ വിളിക്കുക. ആ പരമശക്തിയായ പരമശിവനായ ഭഗവാൻ പ്രകാശ സ്വരൂപമായിട്ട് നിങ്ങൾ എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ തലയ്ക്ക് മേലെ പ്രത്യക്ഷനാവും. അകക്കണ്ണുകൊണ്ട് ഭഗവാനെ കാണുക. പ്രകാശകിരണങ്ങളായിട്ട് ഈശ്വരൻ്റെ ഊർജം സ്വീകരിക്കുക. ഇന്നത്തെ ഈ നല്ല ദിവസം, വരുന്ന 10ാം ഉദയ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ജ്ഞാനസൂര്യൻ്റെ പ്രകാശം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രേഷ്ഠമായി തുടങ്ങാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് ഇന്ന് ഈശ്വരനെ നമ്മുടെ അടുത്തേക്ക് ആഹ്വാനം ചെയ്യാം. റെഡിയല്ലേ? എല്ലാവരും നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചു വിട്ടേ. നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചു വിടാം. കൈകളെ കാലിൽ വിശ്രമിക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ആ കസേരയുടെ ചാരൊക്കെ ഒന്ന് ഒഴിവാക്കി നട്ടിൽ നിവർന്നിരുന്നാലും.
ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവർ കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്രദ്ധേനെ പൂർണ്ണമായിട്ടും, സിസ്റ്റർ പറയുമ്പോൾ ആ കാര്യം നിങ്ങൾ ആവർത്തിച്ച് പറയണ്ട, പക്ഷെ ഞാൻ ആത്മാന്ന് പറയുമ്പോൾ ഇവിടെ ആത്മാവിനെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്താലും. ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ ആത്മാ ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ അതിസൂക്ഷ്മ പ്രകാശ നക്ഷത്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാ, ഞാൻ ആത്മാ സത്യവും ചൈതന്യവുമാണ്. ജ്ഞാനസ്വരൂപമാണ്. ശാന്തസ്വരൂപമാണ്. ഞാൻ ആത്മാ എൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിൽ സർവശക്തനായ ഭഗവാനെ എൻ്റെ സമീപത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. പരമജ്യോതിയായ ശിവഭഗവാൻ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് എൻ്റെ തലയ്ക്കുമേലെ പ്രത്യക്ഷനായിരിക്കുന്നു. ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങൾ പ്രകാശധാരയായി ഒഴുകി ആത്മാവായ എന്നിൽ നിറയുകയാണ്. ഈ പ്രകാശകിരണങ്ങൾ എന്നിൽ നിറഞ്ഞ് എൻ്റെ ശരീരമാകെ വ്യാപിക്കുകയാണ്. ഈ ശരീരത്തിലെ ഓരോ കണങ്ങൾ പോലും ആ ദിവ്യ ചൈതന്യത്താൽ പ്രകാശപൂരിതമായിരിക്കുന്നു. ഞാൻ ആത്മാ ജ്ഞാനസൂര്യനായ സർവശക്തനായ ഭഗവാന്റെ കിരണങ്ങളാൽ അനുഗ്രഹീതനായിരിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. പതുക്കെ രണ്ട് കൈകളും കൂട്ടി തിരുമ്പിക്കൊണ്ട് കയ്യിൻ്റെ ഉള്ളംകൈ കണ്ണിൽ വെച്ച് കണ്ണുകളെ ചാർജ് ചെയ്തുകൊണ്ട് കണ്ണ് തുറന്നു. ഇന്നത്തെ സായം സന്ധ്യയിൽ ഇടയ്ക്കൊക്കെ എൻ്റെ ഈ ഇൻസ്ട്രുമെൻ്റ് കുറച്ച് കേടായി, എന്നിട്ടും എൻ്റെ കൂടെ ഇത്രയും ക്ഷമയോടെ ഇത്രയും സമയം എൻ്റെ കൂടെ സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ഇന്നിവിടെ വരാൻ നിമിത്തായ വത്സല സിസ്റ്റർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, യോവിതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, ഈ അമ്പലത്തിൻ്റെ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഓം ശാന്തി. ക്ഷണിക്കുന്നു.
46ാമത് മണർകാട് ഹിന്ദുമത കൺവെൻഷന്റെ 5ാം ദിവസമായ ഇന്ന് നമുക്ക് അറിവുകൾ പകർന്നു തന്ന നല്ല രീതിയിലുള്ള ഒരു പ്രഭാഷണം നടത്തിയ സിസ്റ്റർക്ക് മണർകാട് ഹിന്ദുമത കൺവെൻഷന്റെ സ്വാഗത സംഘത്തിന്റെ പേരിലും മണർകാട് ഭഗവതി ദേവസ്വം ഭരണസമിതിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു.